ഹലോ ഹായ് മക്കളെ. സോ നിങ്ങളുടെ കെമിസ്ട്രി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഇനി ആകെ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയമാണ്. സോ നമുക്ക് അടിപൊളിയാക്കണ്ടേ കെമിസ്ട്രി എക്സാം മാക്സിമം ഈസി ആക്കണമെങ്കിൽ അല്ലേ? കാരണം എക്സാം ഈസി ആകണ്ടേ? അതെ, എക്സാം ഈസി ആകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പ മാർഗം എന്താ എന്നറിയണ്ടേ? യെസ്, പ്രാക്ടീസ് തന്നെയാണ്. കാരണം നിങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതാ ആനുവൽ എക്സാം വന്നിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്തും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ നഷ്ടം ആർക്ക് തന്നെയാണ്? അതെ, നമുക്ക് ഓരോരുത്തരും തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതെ, എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ സീരീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ഓൾ ഓഫ് യു. അതെ, നിങ്ങൾ പഠിച്ച മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സെറ്റ് ഓഫ് പഞ്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാം. അതേപോലെ നിൽക്കാം, അതെ, ബുക്കും എല്ലാം സെറ്റ് ആയിട്ട് നിൽക്കാം. അറിയാത്ത കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. അതെ, മറക്കണ്ട, കെമിസ്ട്രിയിലെ ഏത് ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം വന്നിരിക്കുന്നത് മാർച്ചിലാണ് അല്ലേ? മാർച്ച് 19 നമുക്ക് എക്സാം ആണ് എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാം. ആകെ ഇനി കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നോക്കാം, അധികം സമയം കാണുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം, അതെ, സമയം കളയണ്ടല്ലോ. സോ ലെറ്റ് സ്റ്റാർട്ട്. അതെ, നിങ്ങൾ റെഡി ആണെങ്കിൽ മക്കളെ എന്താക്കാം, അതെ, ബുക്ക് എടുത്ത് സെറ്റായി നിൽക്കാം. ക്ലാസ് കേൾക്കുന്നതോട് മാത്രമല്ല ബെനിഫിറ്റ്സ്, യു ഹാവ് ടു ഡു സംതിങ്. അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിർബന്ധമായിട്ടും. ഓക്കെ, റെഡി ആണല്ലോ? ആർ യു റെഡി? യെസ്. സോ നമുക്ക് എന്താക്കാം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെമിസ്ട്രിയിലെ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏഴ് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ആൻസർ ഇറ്റ്. എന്താക്കാം, അതിന് ആൻസർ എന്താക്കാം പറയാൻ ശ്രമിക്കുക, ആൻഡ് ഡു ഇറ്റ് യുവർ സെൽഫ്. സ്വന്തമായിട്ട് എന്താക്കാം ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, സോ മക്കളെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്ക്. The maximum number of electrons that can be occupied in L shell. അല്ലേ? എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് വൺ ഓഫ് ദ മെയിൻ ടോപ്പിക് തന്നെയാണ് ഷെല്ലിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് അല്ലേ? കാരണം നമുക്ക് പഠിച്ചൊരു കാര്യമാണ് KLMN, ഇങ്ങനെ 4 ഷെല്ല് പഠിക്കുന്നുണ്ട്. സോ ഈ 4 ഷെല്ലിലും എന്താണ് ഓരോരോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്സ് നടക്കുന്നുണ്ട് അല്ലേ? ക്രമീകരണം നടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം 2n² അല്ലേ? 2n² യൂസ് ചെയ്താൽ എന്ത് കിട്ടും? അതെ, മൊത്തം ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടും അല്ലേ? K 1 2 3 4 എല്ലാവർക്കും അറിയാം എന്താണ്, അതെ, ഇതാണ് ഷെല്ലിന്റെ ഓർഡർ അല്ലേ? സോ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? K ഒന്നാമത്താണ്, L രണ്ടാമത്തെ മക്കളെ. സോ നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണ് 2 8 അല്ലേ? 8 തന്നെയാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, K പഠിക്കണം, L പഠിക്കണം, M പഠിക്കണം, N പഠിക്കണം, എല്ലാം പഠിക്കണം. ഇനി അഥവാ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, 2n² പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മാർക്ക് തന്നെയാണ്. സോ ഓരോ മാർക്കും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ മക്കളെ, ഇവിടെ ആൻസർ എന്താ? KL ആണ്. സോ L will be 8. L will be 8 എന്ന് പറയാൻ പറ്റും. ഇനി M ആണെങ്കിലോ it will be 18 അല്ലേ? ഇനി N ആണെങ്കിലോ 32 അല്ലേ? എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അഥവാ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കുന്ന 2n² പഠിച്ചു വെക്കാം, അങ്ങ് ആൻസർ ചെയ്യാം. സോ എന്താക്കാം, ഷെല്ലിനെ കുറിച്ച് പഠിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയും. ഇതേപോലെ ഇലക്ട്രോൺ വിന്യാസം തരും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. സോ Mg എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം അല്ലേ? Mg 12 എന്ന് പറയും. 2 8 2 ഇതാണ്. സോ ഇവിടെ 2 8 2 എന്ന് തന്നു കഴിഞ്ഞാൽ ഇതിന് വാലൻസി എത്രയാണ്ടാ? സോ സിമ്പിൾ കൂൾ ആൻസർ തന്നെയാണ്. എല്ലാവരും പറയും എന്താ, ദ റൈറ്റ് ആൻസർ ഈസ് 2 തന്നെയാണ് അല്ലേ? അതായത് ഇവിടെ വാലൻസി എന്ന കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സോ ഇതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അത് മെഗ്നീഷ്യം അല്ല, സോഡിയം അല്ല, അതെ, ഓക്സിജൻ ആയി കഴിഞ്ഞാലും യു ഹാവ് ടു ആൻസർ. നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്തെങ്കിൽ ആ ഒരു ബാലൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താകണം, യു ഹാവ് ടു പ്രാക്ടീസ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബാലൻസ് എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അറിയില്ലെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഐ വിൽ ബി ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഞാൻ എന്തായാലും ഉണ്ടാകും. സോ മക്കളെ, ഇനി നമുക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വളരെ സിമ്പിൾ ആണ്. ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് അല്ലേ? അതായത് അഭികാരങ്ങളും ഉൽപ്പന്നത്തിന്റെ മാസ് എന്താണ്? ദ വിൽ ബി
സെയിം, അത് സെയിം തന്നെയായിരിക്കും. ദ ലോ ഈസ് നോൺ ആസ് എന്താണെടാ, ഇങ്ങനെ ഈ അഭികാരങ്ങളും റിയാക്റ്റൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും മാസുകൾ തമ്മിൽ തുല്യമാണെങ്കിൽ അതിനൊരു പേര് പറയല്ലോ. യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ, അതായത് മാസ് സംരക്ഷണ നിയമം, മാസ് സംരക്ഷണ നിയമം, മാസ് സംരക്ഷണ സംരക്ഷണ നിയമം എന്ന് പറയാൻ പറ്റും. ഓക്കെ, മക്കളെ ഇത് പഠിച്ചു വെക്കണേ. ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ഒരാൾക്കും തെറ്റാൻ ചാൻസ് ഇല്ല. എന്നാലും ഇതേപോലെ ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഓക്കെ, എന്നാൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ നെയിം എലമെന്റ്, ഇതെല്ലാം 1 മാർക്കിന് വരുന്ന നോർമൽ ക്വസ്റ്റ്യൻസ് ആട്ടോ. ദ നെയിം ദ എലമെന്റ് വിച്ച് ഈസ് നോൺ ആസ് ഫ്യൂവൽ ഇൻ ഫ്യൂച്ചർ അല്ലേ, ഭാവിയിലെ ഇന്ധനം അല്ലെങ്കിൽ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഒരു ഇന്ധനം അല്ലേ, ഒരു മൂലകം എന്ന് പറയാൻ പറ്റുന്ന ആരെ കുറിച്ചാണ്? യെസ്, കാരണം ഒരുപാട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെല്ലാം ചില നെഗറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഹൈഡ്രജൻ വിൽ ബി ദ ആൻസർ അല്ലേ, ഹൈഡ്രജൻ ആണ്. യെസ്, ദ ഫ്യൂവൽ ഇൻ നാച്ചുറൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഇൻ ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ മക്കളെ ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പോൾ, പക്ഷേ എന്താക്കാം ഫ്യൂച്ചറിൽ ഇതെല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇനി മക്കളെ വിച്ച് ഈസ് ദ കോമൺ കോമ്പണന്റ്സ് ഇൻ ആസിഡ്. അപ്പം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ ക്വസ്റ്റ്യൻസ് ബേസിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ മറക്കണ്ട. വിച്ച് ഈസ് ദ കോമൺ കോമ്പണന്റ് ഇൻ ആസിഡ്. അവിടെ ഏത് ആസിഡ് എടുത്തു കഴിഞ്ഞാലും ഉദാഹരണമായിട്ട് HCl അല്ലേ, H2SO4 അല്ലേ, ഇങ്ങനെ ഒരുപാട് ആസിഡ്സ് ഉണ്ട് അല്ലേ, H2SO4 ഉണ്ട്, H2CO3 ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആസിഡ്സിനെ നിങ്ങൾ കുറിച്ച് അറിയാൻ പറ്റും. സോ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന കോമ്പണന്റ് ഏതാണ്ടാ, ദാറ്റ് ഈസ് H+ അല്ലടാ അല്ലേ, ഒരു ആസിഡിന്റെ കോമൺ കോമ്പണന്റ് H+ ആണ്. സോ ആൽക്കലി ദാറ്റ് ഈസ് OH- ആണ്. ഓക്കെ, ഇത് പഠിച്ചു നോക്കുന്ന നിർബന്ധമാണ്. സോ H+ എന്താ ആസിഡ്സിന്റെ കോമ്പണന്റ് ആണ്, അതേപോലെ OH- ആൽക്കലി ആണ്. ഓക്കെ, ഇനി മക്കളെ നോക്കിയത് ദ നെയിം ദ സയന്റിസ്റ്റ് ഹു സജസ്റ്റ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ സൗരയുധ മാതൃക, കാരണം ഒരു ആറ്റത്തിന് ഒരുപാട് മോഡൽസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ പ്ലാനറ്ററി മോഡൽ അല്ലേ, പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നാരാ എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് റുദർഫോർഡ് അല്ലേ, ഏൺസ്റ്റ് റുദർഫോർഡ് ആണ്. റുദർഫോർഡ് ചില്ലറക്കാരനല്ല, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. സോ ഇവിടെ എന്താണ് ദ ആൻസർ വിൽ ബി എന്താണ് റുദർഫോർഡ് ആണ്. എന്നാൽ അതിൽ നിന്നും ഒരുപാട് അപ്ഡേഷൻ വന്നു, നീൽസ് ബോറിന്റെ മോഡൽ വന്നു അല്ലേ, ഇങ്ങനെ ഒരുപാട് മോഡൽസ് വന്നു, പ്ലം പുഡിംഗ് മോഡൽ വന്നു, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ആൻസർ എന്താ, റുദർഫോർഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ദ എബിലിറ്റി, അതെ 7th ചാപ്റ്റർ വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് കാർബൺ ആറ്റം ടു കമ്പൈൻ എമംഗ് ദംസെൽഫ്, അവർ തമ്മിൽ തന്നെ എന്താക്കാം അതെ ത്രിബന്ധനം ഡബിൾ ബോണ്ടും എല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു എബിലിറ്റി, ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്ടാ, ദാറ്റ് ഇസ് കാറ്റിനേഷൻ അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരെന്താ, കാറ്റിനേഷൻ എന്നല്ല വിളിക്കുക. അതെ, കാർബണിന്റെ ഈ കഴിവിനെ കാറ്റിനേഷൻ എന്നാണ് ഞാൻ വിളിക്കാറ്. ഓക്കെ, അതായത് ആ ഒരു കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് കാർബൺ എന്താക്കുന്നത് ഒരുപാട് മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. ഓക്കെ, ഇനി നോക്കിയൊക്കെ മക്കളെ, ഡാഷ് ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഓൺ എർത്ത് ക്രസ്റ്റ് അല്ലേ, അതായത് ഭൂവൽക്കലത്തിൽ നിന്നാണ്. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്യും, എന്നാൽ ചിലരെങ്കിലും എന്താക്കാം ഇത് മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, കാരണം ഇവിടെ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് അറ്റ്മോസ്ഫിയർ എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, അതായത് അന്തരീക്ഷം എന്നൊരു കാര്യം കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എർത്ത് ക്രസ്റ്റ് ആണ്. എക്സാമിന് അറ്റ്മോസ്ഫിയർ ചോദിക്കാറുണ്ട്, എർത്ത് ക്രസ്റ്റ് ചോദിക്കാറുണ്ട്. സോ മക്കളെ ഇവിടെ ആൻസർ എന്താ, ദ ഓക്സിജൻ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ, ഓക്സിജൻ ആണ് ഇവിടെ ശരിയായ ഉത്തരം വരാം. ബിക്കോസ് ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഓക്സിജൻ. അന്തരീക്ഷമാണെങ്കിൽ മക്കളെ എന്താകാം, ഒരിക്കലും എന്താകാൻ പാടില്ല, ഓക്സിജൻ എന്ന് എഴുതാൻ പാടില്ല. ദ ആൻസർ ഈസ് നൈട്രജൻ എന്ന് തന്നെയാണ് കേട്ടോ. റെഡി, ഇനി നോക്കിക്കേ, വാട്ട് ഈസ് മീൻ ബൈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. അതായത് ഒരുപാട് മൂലകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. 282 അല്ലേ, 281, 287, ഇങ്ങനെ ഒരുപാട് മൂലകങ്ങൾ വരുന്നുണ്ട്. 288 വരുന്നുണ്ട്, 28 വരുന്നുണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് എന്താണ് കോൺഫിഗറേഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും എന്താണ് വാട്ട് ഈസ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, there will be an answer. ഒരു ആൻസർ ഉണ്ട്, എന്താണ്, അവസാനത്തെ ഷെല്ലിൽ എന്താക്കാം അത് 8 എന്ന നമ്പർ അല്ലേ, അത് ബാഹിതമായ ഷെല്ലിൽ 8 വന്നു കഴിഞ്ഞാൽ എക്സാക്ട് ഹീലിയത്തെ തൽക്കാലത്തെ മാറ്റി നിൽക്കാം. എന്നാൽ ബാക്കിയുള്ള ഓരോ എലമെന്റ്സും എന്താണ് സ്റ്റേബിൾ ആകണമെങ്കിൽ എന്താക്കണം, അവസാനം 8, അവസാനം എന്താക്കാം ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുമെന്ന് പറയും. അതായത് അതിന്റെ അവസാന ഷെല്ലിൽ 8 എന്ന നമ്പർ വരാം അല്ലേ. സോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ദ അറേഞ്ച്മെന്റ് ഓഫ് 8 electrons in the outermost shell of an atom. ഒരു ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിൽ എന്താക്കാം 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താണ്,
ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടകം ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. ഇതെല്ലാം 1 മാർക്കിന് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് എല്ലാ 1 മാർക്കും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കട്ടോ. ഇനി മക്കളെ നിങ്ങൾക്ക് അറിയാം എന്താണ് സാധാരണ ചോദിക്കുന്നതാണ് മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ചോദിക്കാറുണ്ട്. ഏതെങ്കിലും നോർമലായിട്ട് സോഡ വാട്ടർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ HCl ചോദിക്കാറുണ്ട്, സൾഫ്യൂരിക് ആസിഡ് ചോദിക്കാം. സോ ഇവിടെ തന്നിരിക്കുന്ന സോഡ വാട്ടർ തന്നെയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും എങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും പഠന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രമല്ല പഠിച്ചുകൊണ്ട് ഇതിനെ കൂടെ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന മോളിക്കുലർ ഫോർമുല എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. സോ മക്കളെ സോഡ വാട്ടർ എന്താ H2CO3 അല്ലേ? H2CO3 ആണ് ദ റൈറ്റ് ആൻസർ. മോളിക്കുലർ ഫോർമുല ഓഫ് സോഡ വാട്ടർ ആണ്. സോഡ വാട്ടറിന് രാസസൂത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് H2CO3. അപ്പം HCl ആരാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. H2SO4 പഠിച്ചാണ്. ഇങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഫോസ്ഫറിക് ആസിഡ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് അതിന്റെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, ഇനി മക്കളെ അതെ നമ്മൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ദ സെർട്ടൻ ഐഡിയ ഓഫ് ഡാൾട്ടന്റെ അല്ലെ, അതായത് ഡാൾട്ടന്റെ ചില ആറ്റോമിക സിദ്ധാന്തം തന്നിരിക്കുകയാണ്. ഇതിൽ ഏതാണ് തെറ്റ്? ദ റൈറ്റ് ദ റോങ് വൺ അല്ലേ? തെറ്റായത് ഏതാ എന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലെ. 4 ഓപ്ഷൻസ് ആണ്. മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അതായത് ഒരു രാസപ്രവർത്തനത്തിന്റെ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. മക്കളെ തന്മാത്രയാണോ? ശരിയാണോ? അല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത് തുടക്കം തന്നെ മിസ്റ്റേക്കാ. ബിക്കോസ് എന്താ കാരണം? ഇവിടെ മാറ്റേണ്ട എന്താണ്? അത് മോളിക്യൂൾ എന്ന വാക്കല്ല വരേണ്ടത്. എന്താ? ദ ആറ്റം എന്നാണ് വരേണ്ടത് അല്ലെ. ആറ്റം ഈസ് ദ റൈറ്റ് ആൻസർ. ആറ്റം ആണ് എന്താക്കുന്നത്? ഒരു തന്മാത്ര എന്താണ്? ഒരു രാസസൂത്രത്തിലെ ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ മോളിക്യൂൾ. എന്താണ്? ഒരു ആറ്റം ആണ്. ഇതാണ് ഡാൾട്ടൺ പറഞ്ഞത് അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഡാൾട്ടൺ പറഞ്ഞ. ഓക്കെ, ഇനി മക്കൾ നോക്കിക്കോ. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ആർ നോട്ട് ഐഡന്റിക്കൽ അല്ലേ? അതായത് മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും വ്യത്യസ്തമാണോ മക്കളെ? ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ ആറ്റങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, എല്ലാത്തിലും ഒരേ ഷേപ്പ് അല്ലേ, ഒരേ സൈസ് അല്ലേ? അതെ, ഇതും മിസ്റ്റേക്കാ അല്ലേ? ആദ്യത്തെ 2 എണ്ണം മിസ്റ്റേക്ക് ആണ്. സോ നോട്ട് ഐഡന്റിക്കൽ എന്നല്ല, ഐഡന്റിക്കൽ എന്നാ പറയേണ്ടത് അല്ലേ? ഒരേ സ്വഭാവം. ഉദാഹരണമായിട്ട് ഞാൻ ഇരുമ്പിന്റെ പീസ് എടുത്തു, അത് ഇങ്ങനെ ചെറുതാക്കി. എങ്ങനെ ചെറുതാക്കി? ഇങ്ങനെ ചെറുതാക്കിയിട്ട് ആ ചെറുതാക്കിയ പീസ് മക്കളെ ഞാൻ ഏതൊരു പീസ് അല്ലെങ്കിൽ ഏതൊരു ചെറിയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാലും അതെന്താക്കും? ഇരുമ്പുമായിട്ട് അട്രാക്ഷൻ നടക്കില്ലേ അല്ലേ? കാന്തത്തിന്റെ അട്രാക്ഷൻ നടക്കില്ലേ? അതെ, അതായത് ഇതിന്റെ സ്വഭാവത്തിലെല്ലാം ഒരു ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലേ? സോ ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് എന്താ പറ്റും? അത് നോട്ട് ഐഡന്റിക്കൽ എന്നല്ല, ഐഡന്റിക്കൽ ആണ്ട അല്ലെ? വ്യത്യാസമാണ് എന്ന് പറയാമല്ല, വ്യത്യാസമില്ല. ഓക്കെ, ഇനി മക്കൾ നോക്കിയൊക്കെ. മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. റെഡി അല്ലേ? പദാർത്ഥങ്ങൾ എന്താണ്? അതെ, അതായത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന സൂക്ഷ്മ കണികകളാണ്. റെഡിയാണ്. ഇനി കോമ്പൗണ്ട്സ് ആർ ഫോം വെൻ ആറ്റംസ് ഓഫ് 2 or more elements അല്ലേ? കാരണം എന്താണ്? അതെ, 2 or അതിലധികം മൂലകങ്ങൾ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. സോ മക്കളെ തെറ്റ് ഏതാണ്ട് എയും ബിയും തെറ്റാണ്. ഓക്കെ, ഇതേപോലെ എന്താക്കാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും. സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൽ ശരിയായത് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായതും കണ്ടുപിടിക്കാൻ പറയും. സോ എന്താ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി മക്കളെ നോക്കി നോക്കണം. അതെ, ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണേ. ഐസോടോപ്സിന്റെ കാര്യമാണ്. സോ എന്താണ് ഐസോടോപ്പ് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇത് അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ എന്തൊക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഇവിടെ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഐസോടോപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഉദാഹരണമായിട്ട് മക്കളെ എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് അല്ലെ, സസ്യങ്ങളിലെ പോഷക വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ട് യൂസ് ചെയ്യും. അത് ആരെയാണ്ട? യെസ്, നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാം. ദാറ്റ് ഇസ് ഫോസ്ഫറസ് is the right answer അല്ലേ? ഫോസ്ഫറസ് ആണ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി യൂസർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ, അതായത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് യൂസ് ചെയ്യും. ആരടാം? അതെ, യുറാനിയം. എല്ലാവർക്കും അറിയാം യുറാനിയം ഈസ് റൈറ്റ് ആൻസർ അല്ലേ? സോ ഇവിടെ എന്തൊക്കെയും രണ്ടാമത്തെയും ഒന്ന് കിട്ടി, 2 കിട്ടി. ഇനി ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ലൈക്ക് ക്യാൻസർ, ട്യൂമർ അല്ലേ? ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങൾ നിർണ്ണയിക്കാൻ ആരെ യൂസ് ചെയ്യും? ഒന്നുമില്ല, ദ സിമ്പിൾ ആൻസർ ഈസ് കൊബാൾട്ട് അല്ലേ? കൊബാൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ഇനി ആര് മാത്രം ബാക്കിയായി? അതാ ഇത് മാത്സ് ഫോളോയിങ് ശ്രദ്ധിക്കുക. അറിയുന്ന കാര്യം എന്തൊക്കെയും ആദ്യം സെറ്റ് ചെയ്താൽ മതി. കാരണം യുറാനിയം, കാർബൺ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി കൊബാൾട്ട് അറിയില്ല, എന്താക്കാൻ പറ്റും? അതെ, ഈ 3 എണ്ണം ആൻസർ ചെയ്താൽ 1 ബാലൻസ് വരും. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ ഓഫ് 3rd അല്ലേ? ഇനി ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്, അതേതാണ്ടാ? കാർബൺ 14 ആണ് അല്ലേ? അപ്പോൾ ഇതേപോലെ എന്താക്കാം ഓരോന്നിനെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. അത് മാത്സ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. റെഡി?
ഇനി എന്താക്കാം അതെ നിങ്ങളെ എക്സാമിന് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ എന്താക്കാം സിമ്പിൾ ആയിട്ട് കാരണം എല്ലാവർക്കും അറിയാം, എന്നാൽ ചില ആൾക്കാർ എന്താക്കാം മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ഉദാഹരണമായി CL എന്ന് പറയുന്നത് 35 ആണ് ആൻഡ് 17 ആണ് അല്ലേ. എടാ നിങ്ങൾ പഠിച്ച കാര്യമല്ലേ, CL എന്താണ് ഇവിടെ A ആണ്, ദാറ്റ് ഇസ് മാസ് നമ്പർ ആണ്. A for not atomic number, Z is എന്താണ് ആറ്റോമിക് നമ്പർ. എടാ സോ ഇവിടെ ആറ്റോമിക് നമ്പർ എത്ര 17 is the right answer. മാസ് നമ്പർ എത്ര 35 അല്ലേ. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് മാറിപ്പോയിട്ട് മാസ് നമ്പർ 17ഉം ആറ്റോമിക് നമ്പർ 35ഉം ഒരിക്കലും എഴുതാൻ പാടില്ല കേട്ടോ. ഇലക്ട്രോൺ എത്ര അല്ലേ, ആറ്റോമിക് നമ്പർ എത്രയാണോ ദാറ്റ് വിൽ ബി ദ ആൻസർ അല്ലേ. പ്രോട്ടോൺ 17 അല്ലേ, ന്യൂട്രോൺ എത്ര ഉണ്ടാവും അല്ലേ 35 മൈനസ് 17 ദാറ്റ് ഈസ് 18 അല്ലേ. ആണോ? അതെ 18 ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസമാട്ടോ, ഇലക്ട്രോൺ വിന്യാസമാണ്. അതെങ്ങനെ കിട്ടുക? അതേ ആറ്റോമിക് നമ്പർ നോക്കിയാൽ മതി 2, 8, 7 റൈറ്റ് ആൻസർ. എടാ ഇനി ബോർ മോഡൽ വരയ്ക്കാൻ പറഞ്ഞു, എന്താ മാത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അതേ റൗണ്ട് ഇടുന്നു. എടാ 3 ഷെല്ലല്ലേ അല്ലേ, 3 ഷെല്ലാണ് എന്താക്കുന്നു 3 ഷെല്ല് ഇടുന്നു അല്ലേ. ആദ്യത്തെ 2 എന്താക്കുന്നു ബാക്കി 7 ബാക്കി 8 ദെൻ അവസാനം 7 വരും. ഓക്കെ സോ എന്താക്കാം ബോർ മോഡൽ എന്താക്കാം വരച്ചു വെക്കാം. വളരെ കൂളായിട്ട് നമുക്ക് എന്താക്കാം അതെ 3 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ. ഓക്കെ അപ്പം ബോർ മോഡൽ ഒന്നും പഠിക്കാതെ പോലും നിർബന്ധമായിട്ട് എന്താക്കാം പഠിച്ചിട്ട് തന്നെ പോകട്ടോ. ഇനി സാർ പറഞ്ഞ പോലെ എന്താണ് അതെ ഐസോടോപ്പ് അല്ലേ. ഐസോടോപ്പ് എന്താ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക് തന്നെയാണ്. നമുക്കറിയാം ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് പ്രോട്ടിയം, ഡ്യൂട്ടേറിയം ആൻഡ് ട്രീഷിയം അല്ലേ. ഇങ്ങനെ 3 ഐസോടോപ്പ് ഉണ്ട്. ഇനി ചിലപ്പോൾ എന്താ എക്സാമിന് ചോദിക്കാം വിച്ച് ഈസ് ദ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഇസ് ന്യൂട്രോൺ അല്ലേ. ന്യൂട്രോൺ ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചെയ്താ ഒന്ന് കണ്ടുപിടിക്കുന്ന ദിസ് ഈസ് ദ ആൻസർ. പ്രോട്ടിയം ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാ? കാരണം 1 - 1 = 0 അല്ലടാ അല്ലേ. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്താൻ എന്താ സിമ്പിൾ അല്ലേ, എന്താ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇവിടെ ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല, ഇവിടെ ന്യൂട്രോൺ ഇല്ല. സോ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി ദ ആൻസർ, ദാറ്റ് ഇസ് എന്താണ് അതെ പ്രോട്ടിയം ആണ്. എന്നാൽ ഇവിടുത്തെ ചോദ്യം അതല്ല. നമുക്ക് നോക്കാം ഹൗ ഡു ദീസ് ഐസോടോപ്പ് ഡിഫറെന്റ്. എടാ ഇതിൽ ഐസോടോപ്പ് ഡിഫറെന്റ് ആകാനുള്ള കാരണം എന്താ? അതെ മാസ് നമ്പർ വ്യത്യാസമുണ്ട് അല്ലേ. ആ മാസ് നമ്പർ വ്യത്യാസമുള്ള കാരണം എന്താ? ആ മാസ് നമ്പർ വ്യത്യാസമാവാൻ ന്യൂട്രോൺ എന്ന ഈ ഒരു പുള്ളി കാരണമാണ് അല്ലേ. ഈ ന്യൂട്രോൺ കാരണമാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നത്. ബിക്കോസ് ഇതിന്റെ എല്ലാം സെയിമാ, എന്ത് പ്രോട്ടോൺസ് സെയിമാ. എന്നാൽ ന്യൂട്രോൺസിനുള്ള വ്യത്യാസമാണ് കാരണം എന്താ ഇവിടെ 0 ഇവിടെ 1 ഇവിടെ 2 അല്ലേ. അപ്പൊ ന്യൂട്രോണിലുള്ള വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് അതെ ഇതിന്റെ മൊത്തത്തിൽ വ്യത്യാസം വരുത്താനുള്ള കാരണം. പുള്ളിക്കാരൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശല്യാണ്. നമുക്ക് നോക്കാം. ഓക്കെ വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് അല്ലേ. അതായത് ആണവ നിലയങ്ങളിൽ എന്താക്കാം ഏത് ഹൈഡ്രജൻ ഐസോടോപ്പ് ഉണ്ടാ അതെ ഇവനാട്ടോ ഡ്യൂട്ടേറിയം is the right answer. ഓക്കെ അപ്പം എന്താക്കി ഇതിന്റെ ബി ആൻസറും കിട്ടി. അപ്പോൾ നിർബന്ധമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താ, നിങ്ങൾ ഐസോടോപ്പിനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് ഇനി ബാക്കിയുള്ള നോർമൽ ഐസോടോപ്പ് ആൻഡ് ഹൈഡ്രജനെ മറക്കണ്ട. ഹൈഡ്രജൻ ഇസ് ദ ഇമ്പോർട്ടന്റ്. ഓക്കെ ഹൈഡ്രജൻ എന്താണ് കുറച്ചൊന്ന് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. ഇനി നോക്കി നോക്കും മക്കളെ, അതെ there are 3 shells in atom of element അല്ലേ. 3 ഷെല്ലാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കട്ടോ. 3 എന്താണ് ഷെല്ലുകൾ ഉണ്ട്. ഇറ്റ് ഔട്ടർമോസ്റ്റ് ഷെൽ എത്ര ഉണ്ടാ 3 ഇലക്ട്രോൺസ്, അവസാനം 3 അല്ലേ. 3 കൊണ്ട് റെഡി കേട്ടോ, 3 കൊണ്ട് റെഡിയാണ്. ഇനി മാസ് നമ്പർ ഓഫ് എലമെന്റ് ഈസ് 27 അല്ലേ. അതിന്റെ മാസ് നമ്പർ 27 ആണ്. ചോദ്യം നമുക്ക് നോക്കാം ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എത്ര ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഡ്രോ ദ ബോർ മോഡൽ. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എന്താ ചെയ്യണ്ടേ, 3 ഷെല്ലുണ്ട് ആൻഡ് ഔട്ടർ മോസ്റ്റിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് ക്ലൂ അല്ലേ. അതാ ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ 1 2 3 അല്ലേ. 3 ഷെല്ല് പഠിച്ചു. ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ അല്ലേ KLM അല്ലേ. ഇത് ചില ആൾക്കാർ അന്തം വിട്ട് നിൽക്കും, എന്താ 3 കിട്ടിയിട്ടുള്ളൂ, ഇത് എവിടുന്ന് കിട്ടും അല്ലേ. ഇത് എവിടുന്ന് കിട്ടാനുണ്ടാ, നിങ്ങൾ പഠിച്ചൊരു തിയറി സിദ്ധാന്തം ഓർമ്മയില്ലേ. അതെ ഇവനും ഇതൊക്കെ ഫുള്ളായിട്ട് എന്താക്കാൻ പറ്റുള്ളൂ, ഇതിനെ കംപ്ലീറ്റ് ആക്കാൻ പാടുള്ളൂ. സോ ഓരോ ഷെല്ലും K ഫില്ലായിട്ട് L ഫില്ലാക്കാൻ പാടുള്ളൂ, L ഫില്ലായിട്ട് M ഫില്ലാക്കാൻ പാടുള്ളൂ, M കംപ്ലീറ്റ്ലി ഫില്ലായിട്ട് N ഫില്ലാവുകയുള്ളൂ. സോ നമുക്ക് എന്താ പഠിച്ചു വെച്ച കാര്യം എന്താ, K മാക്സിമം എത്ര 2 അല്ലേ, L എത്ര L 2 അല്ലേ, M 3. സോ ഇത് കംപ്ലീറ്റ്ലി ഫില്ലാകാതെ എന്താക്കാൻ പറ്റില്ല, ബാക്കിയുള്ള ഈ 3 ഒരിക്കലും വരില്ല. സോ ദ ആൻസർ ഈസ് ആൻസർ എന്താണ്, ആൻസർ സിമ്പിൾ അല്ലേ. 28 ഈസ് ദ റൈറ്റ് ആൻസർ. 28 ഈസ് ദ റൈറ്റ് ആൻസർ. 2 8 3 എത്ര, അതെ കാരണം ടോട്ടലി ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര 13 അല്ലേ. ഇലക്ട്രോൺസിന്റെ എണ്ണം 13. ഈ ന്യൂട്രോൺസ് എങ്ങനെ കാണാം, കാരണം ന്യൂട്രോൺസ് കാണാൻ ഒന്നുമില്ല 27 അല്ലേ. 27 - 13 ദാറ്റ് ഈസ് 14 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. സോ ന്യൂട്രോൺസിന്റെ എണ്ണം 14 ആണ്. ബിക്കോസ് മാസ് നമ്പർ കിട്ടാൻ ഇത് രണ്ടും കൂട്ടണം. എടാ ഇനി ബോർഡ് മോഡൽ വരയ്ക്കാൻ സുഖമല്ലേ അല്ലേ. എന്താക്കാം 3 വരയ്ക്കാം. 2 8 3 വളരെ സിമ്പിൾ കേട്ടോ. ബോർഡ് മോഡൽ ഒന്നും ഒരിക്കലും എന്താക്കാൻ പാടില്ല, മറന്നു പോകാനേ പാടില്ല കേട്ടോ. റെഡി.
ഇനി മക്കളെ ഇത് കാരണം ഇതേപോലെ വാലൻസി കണ്ടെത്താനോ അല്ലെങ്കിൽ എന്താക്കാം അതിന്റെ മോളിക്കുലർ ഫോർമുല സെറ്റ് ചെയ്യാനോ തന്മാത്രവാക്യം സെറ്റ് ചെയ്യാനൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് ഒരിക്കലും പഠിക്കാതെ പോകരുത്. കാരണം ഇത് ചെറിയൊരു സാമ്പിൾ തന്നിട്ടുണ്ട് AlCl3 അല്ലേ, AlCl3 തന്നു. റൈറ്റ് ഡൗൺ ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഓക്സൈഡ് ഓഫ് ഫ്ലൂറൈഡ് അല്ലേ, ഫ്ലൂറിന്റെ ഓക്സൈഡും അല്ലേ അത് അലൂമിനിയത്തിന്റെ ഓക്സൈഡ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ക്ലൂ തന്നത് എന്താ, O എന്താണ് 2 ആണ്, F 1 ആണ് അല്ലേ. അലൂമിനിയത്തിന് എത്ര 3 അല്ലേ, ഇതിനാണ് എന്താക്കാം അലൂമിനിയത്തിന് 3 നമുക്ക് അറിയാം അല്ലേ. അതായത് ക്ലൂ എന്താ, കാരണം ഈ 3 ആയിരുന്നു മക്കളെ, ഈ 3 അലൂമിനിയത്തിന് 3 ആണ് അല്ലേ. ഇത് ആരും 3 അല്ല, അലൂമിനിയത്തിന് 3 ആണ്. സോ എന്താക്കാം അലൂമിനിയത്തിന്റെ എക്സാമിൽ ഓപ്ഷനിൽ തന്നിട്ടില്ലല്ലോ എന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട. ഇവിടെ ചില കാര്യങ്ങൾ എന്താക്കാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്താക്കാം സെറ്റ് ചെയ്യാം, റെഡിയാക്കാം. ആരൊക്കെയാണ്ട, ഒന്ന് അലൂമിനിയം ഉണ്ട് കേട്ടോ, ഒന്ന് ഫ്ലൂറിൻ ഉണ്ട്, അതെ ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പം ഓക്സിജന്റെ -2 ആണ് അല്ലേ, ഓക്സിജന്റെ എത്ര, യെസ് ഓക്സിജന്റെ 2 ആണ് അല്ലേ, ഓക്സിജന്റെ 2 ആണ് എന്ന് തന്നിരിക്കുകയാണ്. ഫ്ലോറിന്റെ എത്രയാണ്, ഫ്ലോറിന്റെ 1 ആണ്, അലൂമിനിയം 3 ആണ്, ഫ്ലോറിന്റെ 1 ആണ്. ഇങ്ങനെ തന്നിരിക്കുകയാണ് മക്കളെ. നമുക്ക് സിമ്പിൾ അല്ലേ, സോ സിമ്പിൾ അല്ലേ, സോ സിമ്പിൾ. എന്താ ചെയ്യണ്ടേ, അതെ കാരണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അലൂമിനിയം നോക്കുകയാണെങ്കിൽ മക്കളെ നോക്കി അലൂമിനിയത്തിന്റെ 283 ആണ് അല്ലേ, 3 ആണ് വാലൻസി അല്ലേ, അത് +3 ആണ് വരാം, ചാർജ് വിട്ടുകൊടുക്കുക ചെയ്യുക. ഓക്സിജൻ എങ്ങനെയാണോ, ഓക്സിജൻ അങ്ങനെ നോക്കാം നമുക്ക്, ഓക്സിജൻ 2 6 അല്ലേ, അത് -2 വരും, ഓക്സിജൻ വിട്ടുകൊടുക്കാൻ ചെയ്യില്ലേ. സോ അലൂമിനിയത്തെ ആദ്യം എഴുതണം, കാരണം എന്താ, യെസ് അലൂമിനിയത്തിന് നല്ല മനസ്സാണ് അല്ലേ, വിട്ടു കൊടുക്കാനുള്ള നല്ല മനസ്സുള്ളതുകൊണ്ട് അലൂമിനിയത്തെ ഫസ്റ്റ് കൊണ്ട് എഴുതി. രണ്ടാമത് ഓക്സിജൻ എഴുതാൻ പറ്റും. ആൻസർ ആയോ, ഇല്ല. ഈ 3 ആർക്ക് കൊടുക്കാം, ഓക്സിജന് സംഭാവന ഹേ അല്ലേ, അലൂമിനിയത്തിന്റെ സംഭാവന ഹേ. ഓക്സിജനോ, അതെ ഓക്സിജൻ തിരിച്ചും സംഭാവന ഹേ. എന്താ ചെയ്യുക, Al2O3 അല്ലേ, Al2O3. ഈ 2 എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അതെ ഓക്സിജൻ വരുന്നു, എന്റെ O അല്ലേ, എന്റെ 2 ആണ്. ഈ 3 എവിടുന്ന് വന്നു, അതെ അലൂമിനിയം വരുന്നു, എന്റെ 3 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് മക്കളെ എന്താക്കാം ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫ്ലോറിനെയും ഓക്സിജനെയും ഒന്നിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ദിസ് ഈസ് യുവർ ചോയ്സ്. എന്താ നിർബന്ധമായിട്ട് എന്താ കമന്റ് സെക്ഷനിൽ എന്താ ആൻസർ ചെയ്യുക. ഫ്ലോറിനും ഓക്സിജനും തമ്മിൽ ചേർന്നാൽ എന്ത് സംഭവിക്കും, അതെ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താം. റെഡി, ഓക്കെ. ഇനി നോക്കിക്കോ മക്കളെ, അതെ സെയിം സാമ്പിൾ തന്നെയാണ്. എന്താണ് ഇത്, ആറ്റോമിക് നമ്പർ ഓഫ് A = 12 അല്ലേ, A എത്രണ്ട 12 ആണ്, B = 8 ആണ് അല്ലേ. ഇങ്ങനെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ദ വാലൻസി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, അതായത് ഇവരുടെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തിക്കൊണ്ട് എന്താക്കാം അവരുടെ വാലൻസി കണ്ടെത്താം അല്ലേ. എടാ സിമ്പിൾ അല്ലടാ, A = 12 എന്താ ചെയ്യുക, 2 8 2, B = 8 2 6 അല്ലേ. ഇവൻ മാഗ്നീഷ്യം ആണ്, ഇവൻ ഓക്സിജൻ ആണ്, ബാലൻസ് എത്ര 2 2. സോ സിമ്പിൾ. ഇനി എയും ബിയും തമ്മിൽ ചേർന്നാൽ എന്താ സംഭവിക്കുക, കാരണം ഇവൻ കൊടുക്കും ഇവൻ വാങ്ങും. സോ എനെ ഫസ്റ്റ് എഴുതി, ബിന് രണ്ടാമത് A2B2 അല്ലേ. A2B2 വന്നാൽ കച്ചറ മനജ എന്താക്കും, ഇത് രണ്ടായിട്ട് ചെറുതാവും, AB ആയിട്ട് മാറും. So AB is the right answer. ABCDFG ഓർമ്മയില്ലടാ. ഓക്കെ, സോ സിമ്പിൾ ആണ്. അപ്പം മക്കളെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യത്രേ ഉള്ളൂ, വാലൻസി എന്ന ടോപ്പിക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. സംയോജകത അല്ലെ, സംയോജകത, കാരണം ഇത് പഠിച്ചാൽ കെമിക്കൽ ഫോർമുല സെറ്റ് ചെയ്യാനുണ്ടാവും. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ, മറക്കരുത്. അടിപൊളിയായിട്ട് പറയട്ടോ. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, അതെ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയ തരാം എന്ന് മാത്രമേ കേട്ടോ. ഇതിൽ നിന്നും ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമുള്ളൂ. ഒന്ന് നോക്കി നോക്കടാ, കാരണം ഇവിടെ ഫ്ലൂറിൻ എന്താക്കുന്നത് ഇതെല്ലാം സഹസംയോജക ബന്ധനമാണ്, ദാറ്റ് ഈസ് കോവലന്റ് ബോണ്ടിങ്, ഷെയറിംഗ് ആണ്ടാ അല്ലേ. ഇവിടെ എല്ലാം ഷെയറിംഗ് ആണ്, കാരണം നിങ്ങൾ അടുത്ത ഒരു അല്ലെങ്കിൽ മറ്റൊരു ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ് അല്ലെ, അയോണിക ബന്ധനം പഠിച്ചാണ്. സോ ഏതൊക്കെ സമയത്താണ് അയോണിക ബന്ധനം ഉണ്ടാകുക, അതേപോലെ കോവലന്റ് ബോണ്ട് സഹസംയോജക ബന്ധനം എപ്പോഴാണ് ഉണ്ടാകുക എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യത്തെല്ലാം ആവാഹിച്ചെടുത്തോ അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ മക്കളെ നോക്കിയത് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 9 ആണ്. ഫ്ലോറിൻ ആറ്റോമിക് നമ്പർ 9 ആണ്. സോ നിങ്ങൾ എല്ലാവർക്കും പറയാം 27 അല്ലടാ, 27 ആണ്. ഒന്ന് വേണം അല്ലെ, ഒന്ന് കിട്ടിയാൽ ആൾ സ്റ്റേബിൾ ആയിട്ട് മാറും, സ്ഥിരതയായിട്ട് മാറും. അപ്പോൾ 2 ഫ്ലോറിൻ അല്ലെ, ഫ്ലോറിനും വന്നാൽ ഫ്ലോറിൻ 8 അല്ലെ, 2 ഫ്ലോറിന്മാർ വന്നു, എന്താ സംഭവിക്കാം, ഒന്നുമില്ല, രണ്ടാളും ഒന്ന് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഈ ഷെയറിങ് രണ്ടും ഒന്നല്ലേ, ദാറ്റ് ഈസ് സിംഗിൾ ബോണ്ട്, ഏകബന്ധനം അല്ലെ. എന്നാൽ മക്കൾ നോക്കിയത് ഓക്സിജൻ അങ്ങനല്ല, 2 6 രണ്ടാക്കും 2 എണ്ണം വേണം. അപ്പൊ എന്താക്കും, രണ്ടാളും 2 എണ്ണം ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക, അത് ഏകബന്ധനമല്ല, ദ്വിബന്ധനമായിട്ട് മാറും, ഡബിൾ ബോണ്ട് ആയിട്ട് മാറും അല്ലെ. ഇനി മക്കളെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, നൈട്രജനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. നൈട്രജന്റെ നമ്മൾ കണ്ടെത്തണം. അവിടെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 7 അല്ലെ. എന്താ സംഭവിക്കുക, 2 5 അല്ലെ, അത് 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 5 അല്ലെ. രണ്ടാക്കും എന്താക്കണം, അതെ ഒരു 3 എണ്ണത്തിന് അല്ലെ
ഒരു പിരി കുറവെന്ന് പറഞ്ഞില്ലേ, അതേപോലെ എന്താണ് രണ്ടാൾക്കും ഒരു 3 ആവശ്യമുണ്ട്. എന്താ ചെയ്യുക, അതെ രണ്ടാളും എന്താക്കും, അതെ രണ്ടാളും ഷെയർ ചെയ്യാൻ തയ്യാറാവും അല്ലെ. 2 5 അല്ലേ, 2 5 ആവുമ്പം ഇവിടെ 3, അതെ ഇവിടെ നമുക്ക് എന്താക്കാം 2 കൊടുക്കാം അല്ലെ. സോ എന്താക്കും രണ്ടാളും എന്താക്കും 3 ഷെയർ ചെയ്യാൻ അതെ ഗതിയില്ലാതെ കൊടുക്കുകയാണ്, എന്താ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാ അല്ലേ. സോ എന്താ സംഭവിക്കുക, ഇവൻ ഇങ്ങനെ ആവണോ, അല്ല അല്ലേ, ഇവൻ അങ്ങനെയല്ല ആവാ. എന്താ സംഭവിക്കുക, ഒന്നുമില്ല, എന്താക്കും ഇവൻ നേരെ എന്താക്കും ഇവനെ കമ്പനിക്ക് കൂട്ടിക്കാളും അല്ലേ. ഇവനെന്താക്കും ഇവനെ കമ്പനിക്ക് കൂട്ടിക്കാളും. സോ ഇവിടെ ഷെയറിങ് എത്ര ഉണ്ടാ, ഇവിടെ 3 ഷെയർ ചെയ്തു, ദാറ്റ് ഇസ് ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം അല്ലേ. ട്രിപ്പിൾ ബോണ്ട് നടന്നു, ദാറ്റ് ഇസ് ത്രിബന്ധനം നടന്നു അല്ലേ. അപ്പോൾ മക്കളെ എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് കോവലന്റ് ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എക്സാമ്പിൾ ഏതൊക്കെയാണ്. ദാറ്റ് ഇസ് നമുക്ക് എന്താക്കാം ഫ്ലോറിൻ എക്സാമ്പിൾ ചെയ്താൽ പറ്റും, ഡബിൾ ബോണ്ട് O2 ആണ്. ഇനി മക്കളെ നേരെ ട്രിപ്പിൾ ബോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് N2 എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കാര്യം പഠിച്ചാൽ വിത്ത് എക്സാമ്പിൾ എക്സാമിന് എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടി തന്നെയാണ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. റെഡി? ഇനി മക്കളെ നോക്കി നോക്കണം. യെസ്, അതെ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു H2O ഒക്കെ വിട്ടുപോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. H2O ഓക്കെ എടാ, ഇനി നോക്കുക ആറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ 1 ആണ്, ഓപ്ഷൻ 8 ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി റെപ്രസെന്റ് കെമിക്കൽ ബോണ്ടിങ് അല്ലേ, അതായത് ഡോട്ട് ഡയഗ്രാം ഉപയോഗിക്കാം. എടാ H2 അല്ലേ അല്ലേ, അതായത് ഹൈഡ്രജൻ 1 ഷെയർ ചെയ്യും അല്ലേ, ഓക്സിജനും 1 ഷെയർ ചെയ്യും അല്ലേ. ഓക്സിജൻ എത്ര ഉണ്ട്, 2 6 അല്ലേ അല്ലേ, 2 6 ആണ്ടാ അല്ലേ, 2 6 ആണ്. കാരണം എന്താ സംഭവിക്കാം, H2O അല്ലേ, 2 H ഉണ്ട് കേട്ടോ, ഇവിടെയും 2 H ഉണ്ട്. അപ്പം എന്താകും നേരെ സംഭവിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അപ്പം എന്താകും രണ്ടാളും 1 ഷെയർ ചെയ്യും അല്ലേ, ഇവിടെയും H വരും, എന്താകും H2O അല്ലേ. അപ്പം H ഓക്കെ ആയി, ഇവിടെ എന്താകും അതെ ഇവിടെ ഓക്സിജനും ഓക്കെ ആയി അല്ലേ, ഇവിടെ ഓക്സിജനും ഓക്കെ ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. എന്താകും രണ്ടാളും എന്താകും ഇവിടെ ഹൈഡ്രജൻ ഷെയർ ചെയ്തു, ഇവിടെയും ഷെയർ ചെയ്തു, എല്ലാം സിംഗിൾ ബോണ്ട് തന്നെയാണ്. ഇനി നോക്കി വാട്ടർ ഈസ് എ പോളാർ കോമ്പൗണ്ട് ആണ് അല്ലേ. അതായത് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലം എന്നാൽ എന്താ ഒരു പോളാർ സംയുക്തമാണ്. അതിന് കാരണം എന്താ അല്ലേ, അതിന് കാരണം ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടെ ഷെയറിംഗ് നടക്കുന്ന സമയത്ത് എന്താ അതെ ഓക്സിജന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് അല്ലേ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ടെമ്പററി ചാർജ് അല്ലേ, ഒരു ടെമ്പററി ചാർജ് ഉണ്ടാവില്ലേ, ഒരു താൽക്കാലികമായ ചാർജ് ഉണ്ടാവും. എന്താകും ഇവൻ മെല്ലെ എന്താകും ഓക്സിജന്റെ അടുത്തേക്ക് നിൽക്കും, അതായത് ഓക്സിജന്റെ എങ്ങനെ അടുത്ത് നിൽക്കും അല്ലേ. ഓക്സിജൻ അടുത്ത് നിന്നാൽ എന്താകും അതെ ഓക്സിജൻ എന്താകും ഒരു മൈനസും ഇതിനെന്താകും ഡെൽറ്റ പ്ലസും ഉണ്ടാകും. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിനെ വിളിക്കുന്ന മക്കളെ പോളാർ എന്ന് വിളിക്കും. സോ ഇത് വാട്ടറിന് ഉള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് വാട്ടറിനെ പോളാർ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. മക്കളെ നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണേ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പോളാർ കോമ്പൗണ്ട്സ് എക്സാമിന് ചോദിക്കുന്നതാണ്. അതിന്റെ റീസൺ എന്താണ്, ഇതും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കേട്ടോ. റെഡിയാണ്, മറന്നുപോകരുത്. ഇനി ഓക്കെ, സോ മക്കളെ ഇത് നിങ്ങൾ സ്വയമായിട്ട് ചെയ്തു നോക്കാം. കാരണം നമ്മൾ ലൈവിലൊക്കെ എക്സാമിന് സ്ഥിരമായി ചെയ്തൊരു കാര്യമാണ്. ഇനി അഥവാ ഇതിന് ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ലൈവിൽ ഇതൊക്കെ കേറി നോക്കാം. 9th ലൈവിൽ സാർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണ്ടേ. അതെ ഇതൊക്കെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രയേ ഉള്ളൂ, എന്താ ട്രൈ ടു ഡു ഇറ്റ് നൗ അല്ലേ, ഡു ഇറ്റ് നൗ. എന്താ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ക്ലാസ് പോസ്റ്റ് ചെയ്തോ ഒന്നും വിഷയമില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ, അതെ ഇതിൽ ഏതെല്ലാം എന്താണ്ടാവും, അതെ കാരണം ഇതെല്ലാം ഏതൊക്കെ കെമിക്കൽ ബോണ്ടിങ് ആണ്, അയോണിക് ആണോ, അയോണിക ബന്ധനമാണോ, കോവലന്റ് ആണോ എന്നെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്താ അതിന്റെ സ്കെയിൽ നിങ്ങൾ പഠിച്ചാണ്. 1.7 എന്ന വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. അതിൽ ഏതാണ് അയോണിക് ബോണ്ടിങ്, ഏതാണ് കോവലന്റ് ബോണ്ടിങ് എന്നൊക്കെ യെസ് നിർബന്ധമായിട്ട് എന്തൊക്കെ ചെയ്തു നോക്കാം. താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, അതെ വേഗം പോവാം. അപ്പം നോക്കിയൊക്കെ ഇതേപോലെ മക്കളെ എക്സാമിന് ഇതൊക്കെ ഇതേപോലെ ABCD എന്നോ ഇതേപോലെ ചില ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തരും, ഇലക്ട്രോണിക് വിന്യാസം തരും. എന്നിട്ട് താഴെ എന്താക്കാം നിങ്ങൾക്ക് ABCD ക്വസ്റ്റ്യൻസ് എടുക്കാം, എക്സാമിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെ ആ മുകളിൽ നിന്നും A ആണോ B ആണോ C ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റണമെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഇനി മക്കൾ നോക്കിയൊക്കെ വിച്ച് ഓഫ് ദീസ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് അല്ലേ, ഇത് ഏറ്റവും കൂടുതൽ സ്ഥിരത ആർക്കാ, അവിടെ സ്ഥിരത വരണമെങ്കിൽ അവസാനം 8 എന്ന നമ്പർ വരണം അല്ലേ. ഇതിൽ ആർക്കാ 8 വരുന്നത്, അതെ D മാത്രമാണ് 8 വരുന്നത്. സോ ദ ആൻസർ ഈസ് ദ D ഈസ് റൈറ്റ് ആൻസർ, D ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കിയാൽ വളരെ അടിപൊളിയായിട്ട് വരും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി D ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി മക്കളെ നോക്കിയത് ഇത് വിച്ച് എമംഗ് ദീസ് ഡൊണേറ്റ് ഇലക്ട്രോൺസ് അല്ലേ, അതായത് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി, ബന്ധനം ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് ആരാണ്. അവിടെ വിട്ടുകൊടുക്കണമെങ്കിൽ
അവസാനം എന്ത് വേണം 1 2 3 എന്ന നമ്പർ വരണ്ടേ അതെ വിട്ടുകൊടുക്കാനുള്ള ആൾക്കാരാരാ ഇതിൽ ആരെ കണ്ട് വിട്ടുകൊടുക്കുക അതെ ഇവിടെ വിട്ടുകൊടുക്കാൻ ചാൻസ് 2 ആൾക്കാരാണ് ബിക്കോസ് എന്താണ് അതെ ഒന്ന് ഇതാണ് അല്ലെ കാരണം 2 8 2 ആണ് 2 വിട്ടുകൊടുക്കാണ് ചെയ്യുക ഇനി ഇത് വിട്ടുകൊടുക്കാം അതായത് ഇവിടെ A and E is the right answer ബാക്കി ആരും വിട്ടുകൊടുക്കില്ല ഡി വിട്ടുകൊടുക്കുകയില്ല എന്നാൽ വാങ്ങുന്ന ആൾക്കാരാണ് 2 ആൾക്കാരും അല്ലെ ബാക്കി ബിയും അതേപോലെ തന്നെ എന്താണ് സിയും വാങ്ങുന്ന ആൾക്കാരാണ് സോ ഇവിടെ ആൻസർ എന്താണ് A and E is the right answer A and E is the right answer അതിന് കാരണം ഇത്രയേ ഉള്ളൂ അവസാനം അല്ലെ സ്റ്റേബിൾ ആകാൻ വേണ്ടി ഇവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക എന്നാൽ അടുത്ത ചോദ്യം നോക്ക് വിച്ച് ആക്സെപ്റ്റ് ഇലക്ട്രോൺസ് ആരാണ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെ ഇതും കഴിഞ്ഞു അല്ലെ ഇനി ആരെ ബാക്കിയുള്ള ഡി ആണ് കൊടുക്കൂല സോ ബി സി ഇസ് റൈറ്റ് ആൻസർ എ എണ്ണം വാങ്ങും 1 വാങ്ങും സി ആണെങ്കിൽ 2 വാങ്ങും സോ ദ സി ആൻഡ് ബി ആൻഡ് സി ഇസ് റൈറ്റ് ആൻസർ ബി ആൻഡ് സി ഇസ് റൈറ്റ് ആൻസർ വിച്ച് ഓഫ് ദീസ് ആർ മെറ്റൽസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന സ്വഭാവം വേണ്ടേ അല്ലെ മെറ്റൽസ് എല്ലാം വിട്ടുകൊടുക്കുന്ന സ്വഭാവമാണ് ഇവിടെ ആരെ വിട്ടുകൊടുത്ത് എ ആൻഡ് ഇ ഇസ് റൈറ്റ് ആൻസർ അഗെയിൻ എ ആൻഡ് ഇ ഇനി വിച്ച് ഓഫ് നോൺ മെറ്റൽസ് ഏതാണ്ടാം അതെ നമുക്ക് പറയാൻ പറ്റും ബി ആൻഡ് സി ഇസ് റൈറ്റ് ആൻസർ അല്ലെ വിട്ടുകൊടുക്കുക വാങ്ങുക എന്നുള്ള കാറ്റഗറി നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ആ ഒരു ട്രെൻഡ് അല്ലെ പീരിയോഡിക് ടേബിളിൽ ആരെല്ലാം ഏതൊക്കെ ഭാഗത്താണ് മെറ്റൽസ് ഉള്ളത് ഏത് ഭാഗത്താണ് എന്താണ് നോൺ മെറ്റൽസ് ഉള്ളത് അലോഹം ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണേ കാരണം ആ ഒരു ബേസിൽ എക്സാമിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ ഇനി മക്കളെ നിങ്ങളെ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ 2 കാര്യം അല്ലെ ഈ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും കണ്ട കാര്യമാണ് ഏത് ബീക്കറിലാണ് കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക ആൻഡ് ഗിവ് റീസൺ അതിന് റീസണും പറയണം ഇതിൽ ഏതാണ്ടാ കാരണം ഈ ബീക്കർ എയിലാണോ ബീക്കർ ബിയിലാണോ റിയാക്ഷൻ സ്പീഡായിട്ട് നടക്കുക പെട്ടെന്ന് നടക്കാം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു വിറക് കൊള്ളി എന്താക്കാം സിമ്പിളായിട്ട് വലിയൊരു വിറക് കൊള്ളി എന്താക്കാം അടുപ്പിൽ വെക്കുന്ന സമയത്താണോ അതിന് പീസ് ആക്കിയിട്ട് ചെറിയൊരു പൊടിയാക്കി മാറ്റുന്ന സമയത്താണോ പെട്ടെന്ന് കത്ത ഏതാണ്ടാ അതെ ദ ബി ഈസ് ദ റൈറ്റ് ആൻസർ ബിക്കോസ് അതിന്റെ ആ ഒരു സർഫേസ് ഏരിയ ആ ഒരു പ്രതല അളവ് എന്താണ് അത് കുറവ് തന്നെയാണ് സോ ഇത് പൗഡർ ആക്കിക്കൊണ്ട് പെട്ടെന്ന് നടക്കും റിയാക്ഷൻ നടക്കും ഇവൻ അങ്ങനെയല്ല ഇവൻ എന്താണ് സർഫേസ് ഏരിയ കൂടുതലാണ് ഓക്കെ അതായത് പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല അല്ലെ ആൾ പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല സോ ദ സർഫേസ് ഏരിയ ഈ പൗഡർ ആക്കിയതുകൊണ്ട് സർഫേസ് ഏരിയ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും പെട്ടെന്ന് റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുക സോ ദ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഇനി മക്കളെ അതെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് അതേ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അതായത് Zn2HCl ZnCl2 അല്ലെ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അതെ ആസിഡും അതേപോലെ തന്നെ നമ്മളെ മെറ്റലും ലോഹവും അതേപോലെ ആസിഡും തമ്മിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും ഇതേപോലെ ക്വസ്റ്റ്യൻസ് അതെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താ പല ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാൽ ഇവിടെ ചോദ്യം അതല്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് യൂസ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലേ അതായത് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻക്രീസിങ് കേട്ടോ ഡിക്രീസിങ് അല്ലേ വേഗത കൂട്ടാൻ വേണ്ടി ഇതിൽ ആരെല്ലാം ABCD ഓപ്ഷൻ ഉണ്ടല്ലോ അതെ ഡിക്രീസിങ് ടെമ്പറേച്ചർ കൊടുത്താൽ അല്ലേ ഉദാഹരണമായിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാൻ ടെമ്പറേച്ചർ കുറച്ചു അല്ലേ ചായ ഉണ്ടാവും ഇല്ല സമയം എന്താകും ഒരുപാട് സമയം എടുക്കും സോ ഇത് ശരിയല്ല കോൺസെൻട്രേഷൻ ഓഫ് HCl അളവ് കൂട്ടാം അതെ അളവ് കൂട്ടിയാൽ നടക്കും അല്ലേ പവർ അല്ലെങ്കിൽ എന്താണ് പൗഡർ സിങ്ക് ഇസ് യൂസ്ഡ് അല്ലേ അതായത് നേരത്തെ ചെയ്ത പോലെ എന്താണ് ഈ പീസിനെ മാറ്റി പൗഡർ ആക്കിയാൽ കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് ആവൂലേ അതെ സോ ദ റൈറ്റ് ആൻസർ കിട്ടി ഇനി HCl കോൺസെൻട്രേഷൻ കുറച്ചാൽ ഒരിക്കലും എന്താ ആ ഒരു റിയാക്ഷൻ സ്പീഡ് ആകൂല ഗാഢത കുറയ്ക്കാൻ അറിയും സോ അതും തെറ്റാ അല്ലേ സോ മക്കളെ ഇത് എന്താണ് ഇതും തെറ്റ് ഇതും ശരിയാ സോ ദ ബി ആൻഡ് സി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ ഇതിന് കാരണം എന്താ എന്നൊരു കാര്യം നിങ്ങൾ ചാപ്റ്ററിൽ നിർബന്ധമായും പഠിച്ചാണ് അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ മക്കളെ കമന്റ് സെക്ഷൻ എന്താക്കാം യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ ഇനി മറ്റൊരു ടോപ്പിക്കാണ് മക്കളെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അല്ലേ അതായത് ഓക്സീകരണം നിരോക്സീകരണം നിർബന്ധമായിട്ടും എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ എന്താക്കാം കെമിക്കൽ റിയാക്ഷൻ പോലെ വരാം ചില സമയത്ത് എന്താക്കാം ഓക്സിഡേഷൻ മാത്രം കണ്ടെത്താൻ പറയാം ചില സമയത്ത് റിഡക്ഷൻ മാത്രം കണ്ടെത്താൻ പറയാം അല്ലെ നിരോക്സീകരണം മാത്രം കണ്ടെത്താൻ പറയാം ഇങ്ങനെ എങ്ങനെ വന്നു കഴിഞ്ഞാലും യു ഹാവ് ടു ആൻസർ നിങ്ങൾ ആൻസർ ചെയ്യണം അതിനെന്താക്കാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താക്കാം ആദ്യം എന്താണ് ഓക്സിഡേഷൻ 2 രീതിയിൽ പറയാൻ പറ്റും അതെ ചാർജ് കൂടാ അല്ലെ 0 +2 ആയി കഴിഞ്ഞാൽ 2+ ആയി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലേ ഇനി ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താക്കാം അത്രയും സംശയം ഉണ്ടെങ്കിൽ മക്കളെ ഓയിൽ റിഗ് ഇത് പഠിച്ചു വെച്ചാൽ മതി അല്ലേ ഓയിൽ റിഗ് അല്ലേ ഓ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലേ ലൂ അല്ലെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ ലൂസിങ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സീകരണം ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഇലക്ട്രോൺസിനെ വാങ്ങുകയാണെങ്കിൽ മക്കളെ അതിനെ വിളിക്കുന്ന വേണ്ട റിഡക്ഷൻ നിരോക്സീകരണം എന്ന് പറയും ഈ 2 കാര്യം പഠിച്ചു വെക്കണേ ഇനി അതല്ല ചാർജ് കൂടാണെങ്കിൽ
കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ, ചാർജ് കുറയാണെങ്കിൽ ദാറ്റ് ഈസ് റിഡക്ഷൻ, നിരോക്സീകരണം. നമുക്ക് നോക്കാം ഇല്ലേ, ഇനി സമയമില്ല. എടാ സെഡിന്റെ ഒരു എലമെന്റ് ആകുമ്പോൾ എന്തെങ്കിലും അതെ ചാർജ് 0 ആയിരിക്കും, ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ചാർജ് 0 ആയിരിക്കും അല്ലേ. ഇനി ശ്രദ്ധിച്ചു നോക്ക്, സെഡൻ +2 ആയിട്ട് മാറി, സെഡൻ 2+ ആയിട്ട് മാറുമെങ്കിൽ ചാർജ് കൂടല്ല ചെയ്യുക, ചാർജ് കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ അല്ലേ, ചാർജ് കൂടിയാൽ ഓക്സീകരണം. ഇനി 2+ എന്തായാലും മാറി മക്കളെ, അതെ ഇവിടെ 0 വരാം അല്ലേ, 2+ എന്തായാലും മാറി 0 ആയിട്ട് കുറഞ്ഞു, ദാറ്റ് ഈസ് റിഡക്ഷൻ അല്ലേ, ചാർജ് കുറയാണെങ്കിൽ റിഡക്ഷൻ അല്ലേ, ചാർജ് കുറഞ്ഞാൽ നിരോക്സീകരണം. ഇനി മക്കളെ നോക്കി Mg0 2+ ആയില്ലേ, അതായത് ഓക്സിഡേഷൻ, ഇവിടെ ചാർജ് കുറഞ്ഞു, ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ മനസ്സിലാക്കത്തേ ഉള്ളൂ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുക, റിഡക്ഷൻ നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ചാർജ് കുറയുക കേട്ടോ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഓക്സിഡേഷൻ അല്ല റിഡക്ഷൻ അല്ല അവന്റെ ആര് വന്നാലും എന്തെങ്കിലും നിങ്ങൾ അത് ആൻസർ ചെയ്യും കേട്ടോ. റെഡി? ഇനി മക്കളെ അതേ ബേസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇത് ഒന്ന് പോസ് ചെയ്യുക, എന്നൊരു ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യം നിങ്ങൾ ആദ്യം ശ്രമിച്ചു നോക്കാം, എന്നിട്ട് മാത്രം സാറ് പറഞ്ഞ കാര്യം കേൾക്കട്ടോ. എടാ ചോദ്യം എന്താ, ഡസ് ദ കെമിക്കൽ ഇക്വേഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ? ഇത് റിഡോക്സ് പ്രവർത്തനമാണോ? ആണോ? ആണ്. എന്തുകൊണ്ടാ? കാരണം ഇവിടെ എന്താക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷനും ഒരേ അറ്റ് എ ടൈം അല്ലേ, അതായത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷനും അറ്റ് എ ടൈം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരേ രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷനും നിരോക്സീകരണം നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? അത് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. സോ ദാറ്റ് വിൽ ഹാപ്പൻ ഹിയർ, അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. റെഡി? ഇനി മക്കളെ അതെ എക്സാമിന് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ ഒരു എക്സാമിന് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് ബാലൻസ് ചെയ്യാന്നുള്ളത്, ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. അഥവാ ഏതെങ്കിലും ഇക്വേഷൻ ബാലൻസ് അല്ലെങ്കിൽ യു ഹാവ് ടു ബാലൻസ് അല്ലേ, ധൈര്യമായിട്ട് പറ്റും. ഈ 4 മാർക്ക് നമുക്ക് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ കേട്ടോ. എടാ ഇവിടെ എന്താണ് ഇതിനെ റിയാക്ടൻസ് എന്ന് വിളിക്കുക, ഇതിനെ റിയാക്ടൻസ്, ഇത് പ്രൊഡക്റ്റ് അല്ലേ, രണ്ടിനെയും എണ്ണം തുല്യമായിരിക്കണം, സെയിം ആയിരിക്കും അല്ലേ. എടാ ഇവിടെ എത്ര mg ഉണ്ട്? 1 mg. സോ mg ഓക്കെ ആണ് അല്ലേ. എന്നാൽ O2 ഇല്ലേ, ഇവിടെ 2 ഒരിക്കലും ഇടാൻ പാടില്ല, ദാറ്റ്സ് റോങ്, അത് തെറ്റാണ്. എന്താ ചെയ്യുക? ഒന്നുമില്ല, തുടക്കത്തിൽ ഒരു 2 കൊണ്ട് ഇടുന്നു അല്ലേ. തുടക്കത്തിൽ 2 ഇട്ടെന്താ മക്കളെ, 2mgO എന്ന് എഴുതിയാൽ ഈ 2 ആർക്ക് കിട്ടും? mgക്ക് കിട്ടും, ഓനും കിട്ടും. സോ 2ന് എണ്ണം തെറ്റി. സോ O ഓക്കെ ആയി, എന്നാൽ mg പ്രശ്നമായിട്ട് മാറി. എന്താ ചെയ്യാം? ഇവിടെ 2 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ 2mg O2 2O2 ആയി അല്ലേ, കംപ്ലീറ്റ്ലി സോൾവ്. എടാ NaO2 Na2O എന്താ ചെയ്യുക? ഒന്നുമില്ല, 2 കൊടുക്കുന്നു അല്ലേ, ഇവിടെയും 2 കൊടുക്കുന്നു അല്ലേ. എന്താ സംഭവിക്കുക? Na 4 ആയിട്ട് മാറി, ബിക്കോസ് ഈ 2 എന്തിട്ടെ, ഈ 2 ഓക്സിജനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇട്ടാം അല്ലേ. എന്നാൽ O ഓക്കെ ആയി, എന്നാൽ 4 ആയില്ലേ, സോ 4Na അല്ലേ. ഇനി മക്കളെ എന്താക്കാം, ഈ 2 ക്വസ്റ്റ്യൻ എന്താക്കാം, ഡിയും സിയും അല്ലെ, സോറി സിയും ഡിയും എന്താക്കാം, നിങ്ങളൊന്ന് സ്വയമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, ഒന്ന് പോസ്റ്റ് ചെയ്ത് എന്താക്കാം നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കട്ടോ. അതിന് ആൻസർ എന്താക്കാം ധൈര്യപൂർവ്വം എന്താക്കാം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് എന്താക്കാം ചെയ്ത് നോക്കാം. എന്താക്കാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, സാർ ഐ ഡോണ്ട് നോ, എന്താക്കാം ഐ വിൽ ബി ആൻസർ, ഞാൻ എന്താക്കാം ആൻസർ ചെയ്യും കേട്ടോ. റെഡി? സോ മക്കളെ എന്താക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇത് തന്നെയാണ് ആൻസർ, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒന്ന് പോസ് ചെയ്ത് എന്താക്കാം, കാരണം നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്ത് നോക്കണം. ബാലൻസിങ് ഇക്വേഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, ഇതാണ് ആൻസർ. അപ്പം നിങ്ങൾ ഏത് കാര്യം എന്താ ഒന്ന് കൺഫേം ചെയ്യുക. കാരണം എന്താ mg 1 ആണ്, mg 1 ആണ്. O എത്ര ഉണ്ട്? O 2ഉം 4ഉം 6 ആണ് അല്ലേ. സോ 4ഉം 6 ആയിട്ട് കിട്ടി അല്ലേ. ഇനി S എത്ര ഉണ്ട്? ഒരു S ആണ്. H എത്ര ഉണ്ട്? H 2ഉം 4. സോ 4 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ നോക്കി നോക്കും മക്കളെ, ഇവിടെ O3 ആണ്. എന്താക്കി അതെ ഈ 3 എന്താകും 2, അതായത് 6O ആയില്ലേ. ഇത് എത്ര? ഇത് 6 ആയില്ലേ. 2KCl 2K റെഡി. ഓക്കെ, സോ ഇങ്ങനെ എന്താക്കുക ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താക്കണം, ഇതുപോലെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. അതെ ഇത് മനസ്സിലാക്കുക, ഒരു സിമ്പിൾ ടോപ്പിക്. ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കേട്ടോ. എന്താക്കാം മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താക്കാം ഒന്ന് ചെയ്ത് നോക്കാം. ഇനി മക്കളെ നോക്കി നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കാനുള്ള ഒരു കാര്യമാണ് മെന്റൽ ലീവിനെ കുറിച്ചിട്ട് അല്ലേ. അത് മെന്റൽ ലീവിന്റെ ഒരുപാട് നെഗറ്റീവ്സ് പഠിക്കുന്നുണ്ട്, ദെൻ അതിന്റെ പോസിറ്റീവ്സ് പഠിക്കുന്നു അല്ലേ. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് അതെ ഒന്ന് തന്നിട്ടുണ്ട്, അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എല്ലാം എന്താണ്ടാ, അതെ സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എല്ലാം എന്താക്കുന്നു സിമ്പിൾ ആയിട്ട് ഒരേ ഗ്രൂപ്പിൽ വരുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ എന്താണ് നേട്ടം എന്ന് പറയാൻ പറ്റും. എന്നാൽ മെന്റൽ ലീവിന്റെ മറ്റൊരു നെഗറ്റീവ് പോസിറ്റീവ്സ് എന്താ, ഒന്ന് ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജൻ എന്ന എലമെന്റിന് കൃത്യമായ എന്തൊക്കെ സ്ഥാനം കൊടുത്തു അല്ലെ. ഹൈഡ്രജന് നിർബന്ധമായി സ്ഥാനം കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ഹൈഡ്രജന് ഒരു സ്പെഷ്യൽ പൊസിഷൻ കൊടുത്തു. ഇനി രണ്ടാമത് എന്താ, രണ്ടാമത് നമുക്ക് പറയാൻ സാധിക്കും എന്താണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. അതെ ഇനി കണ്ടെത്താൻ പോകുന്ന എലമെന്റ്സ് അല്ലെ, അത് ചില സ്പേസ് എന്താക്കി പീരിയോഡിക് ടേബിൾ കാലിയാക്കി വിട്ടുകൊടുത്തു. എന്തിനാ, ഇനി കണ്ടെത്താൻ പോകുന്ന എലമെന്റ്സിന് വേണ്ടിയിട്ട് അല്ലേ. സോ ഇതാണ് എന്ത് ഹൈഡ്രജനിൽ എന്താണ് മെന്റൽ ലീവിന്റെ മെറിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി? ഇനി നമുക്ക് അടുത്ത് നോക്കാം മക്കളെ. ഇതേപോലെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന റീസൺ ഫോർ ദ ഫോളോയിങ്, അതായത് താഴെ പറയുന്നത് കാരണം കണ്ടെത്തുക അല്ലെ. താഴെ പറയുന്നത് കാരണം കണ്ടെത്തുക എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതേപോലെ വാട്ട് ഈസ് ദ റീസൺ, ഒരു ആറ്റത്തിന്റെ സൈസ് അല്ലെ, സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്
അല്ലേ? അതൊരു പീരീഡ് നോക്കുകയാണെങ്കിൽ മക്കളെ ഒരു ആറ്റത്തിന്റെ സൈസ് ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ കുറഞ്ഞ് അവസാനം സൈസ് കുറയും. അതിന്റെ റീസൺ എന്താണ്? ഈ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെ? താഴേക്ക് വരുന്നതും ആറ്റത്തിന്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നു, അല്ലെ? ആ രണ്ടിടത്തിന് കാരണം എന്താ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ റീസൺ മക്കളെ ന്യൂക്ലിയർ ചാർജ് കൂടാണ് ചെയ്യുക, അല്ലെ? ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിൽ ചാർജ് ഇങ്ങനെ കൂടി വരും. കൂടി വന്നു കഴിഞ്ഞാൽ അതെ ഈ ലെഫ്റ്റ് ഇങ്ങനെ റൈറ്റിലേക്ക് പോകുന്നതും ആ ചാർജ് കൂടി വരാം. കൂടി വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? അതെ അതിന്റെ സൈസ് മാക്സിമം അട്രാക്ഷൻ കൂടുതൽ ചെയ്യുക. അട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്താകൂല? അതെ മാക്സിമം സൈസ് കുറയും. എന്നാൽ രണ്ടാമത്തെ കാരണം എന്താ? അതെ ആരുടെ സൈസ് കൂടാനുള്ള കാരണം എന്താണ്? ഷെല്ലിന്റെ എണ്ണം കൂടുക ചെയ്യേ. ഉദാഹരണം ഒന്നാം ഷെല്ലാണെങ്കിൽ രണ്ട് ഷെല്ല്, അല്ലെ? അങ്ങനെ ഷെല്ലിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ അത് ആറ്റത്തിന്റെ സൈസും കൂടും. സോ രണ്ട് റീസൺ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ എന്താണ്? ന്യൂക്ലിയർ ചാർജ് ആണ്. രണ്ടാമത്തെ ആറ്റത്തിന്റെ സൈസ് കൂടാനുള്ള കാരണം അതിന്റെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. ഇനി മക്കളെ നോക്കി നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ, അല്ലേ? കാരണം അതിന്റെ റീസൺ പറഞ്ഞോളും. ഇതേപോലെ 4-5 എലമെന്റ്സ് തരും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് പൊതുവേ നിങ്ങൾ പീരിയോഡിക് ടേബിൾ ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആറ്റം, അല്ലെ? എടാ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സൈസ് കൂടിയ ആറ്റം ഏതാന്ന് ചോദിച്ചിരിക്കുകയാണ്. ഒരിക്കലും മക്കൾ ഈ ചാർജ് നോക്കരുത്. ഈ ഒരു ചാർജ് എന്താ? ന്യൂക്ലിയർ ചാർജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ചാർജ്, അല്ലെ? ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് കൂടോ കുറയോ? എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് കുറയാണ് ചെയ്യാം, അല്ലെ? മാക്സിമം അട്രാക്ഷൻ ഉണ്ടാവും. സോ മക്കളെ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആറ്റം? ഏതാണ് ബിഗ്ഗസ്റ്റ് ആറ്റം? ബി ആണ്. കാരണം എന്താ? ബിക്കാണ് ചാർജ് കുറവ്, അല്ലെ? അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് എന്താണ്? കുറയല്ല ചെയ്യുക, കൂടാണ് ചെയ്യുക കേട്ടോ. വിച്ച് ഈസ് സ്മോളസ്റ്റ് ആറ്റം? ആരോ? യെസ്, എഫ് ആണ്, അല്ലെ? ബിക്കോസ് ന്യൂക്ലിയർ ചാർജ് കൂടി. ഇനി വിച്ച് ആറ്റം ഹാസ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി, അല്ലെ? അതായത് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കേണ്ട ആർക്കാണ്ട? അതെ എഫിന് തന്നെയാണ്. ബിക്കോസ് എഫ് എന്താകൂല? അത്ര പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കൂല, അല്ലെ? കാരണം ഒന്ന് ന്യൂക്ലിയർ ചാർജ് കൂടിയത് കൊണ്ടാണ്, കാരണം വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല, അല്ലെ? ഇനി മക്കൾ നോക്കി, വിച്ച് ആറ്റം ഹാസ് ലോവസ്റ്റ്? ഏതാ? ബി തന്നെയാണ്. കുറച്ച് കൊടുത്താൽ മതി, ആളങ്ങ് വിട്ടുകൊടുത്തോളും, അല്ലെ? എന്തുകൊണ്ടാ? ന്യൂക്ലിയർ ചാർജ് കുറവാണ്, അല്ലെ? കാരണം സൈസ് കൂടില്ല. സൈസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താക്കും? അതെ കൂടും. അല്ല കുറയാണ് ചെയ്യുക, അല്ലെ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും എപ്പം? സൈസ് ചെറുതാകുന്ന സമയത്ത്. റെഡി? ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, അല്ലെ? ഇതിൽ ശരി ഏതെന്നല്ല തെറ്റായത് ഏതെന്നൊക്കെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. 4 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് വായിച്ചു നോക്കാം. നിർബന്ധം കൃത്യമായിട്ട് അതിന്റെ കൃത്യം ഓരോ പോയിന്റ് വിട്ടുപോകാതെ വായിച്ചു നോക്കാം. ആസ് വി മൂവ് ടോപ്പ് ടു ബോട്ടം, അല്ലെ? താഴെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താക്കാം? അതെ ആദ്യത്തെ സൈസ് കുറയുന്ന പറഞ്ഞ് ആദ്യത്തെ സൈസ് കുറയാണ് ചെയ്യുക, അല്ല ആദ്യത്തെ സൈസ് കൂടാണ് ചെയ്യുക. സോ ഇത് തെറ്റാണ്, അല്ലെ? ഇനി ഓൺ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെ? ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അതെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, കാരണം സൈസ് കുറഞ്ഞു. സൈസ് കുറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടാണ് ചെയ്യാം. ഇനി സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്, ആറ്റം സൈസ് ഇങ്ങനെ കൂടി വരാണ്. സൈസ് കൂടി കഴിഞ്ഞാൽ മക്കളെ എനർജി കൂടും. ആണോ? അല്ല, അയോണീകരണ ഊർജ്ജം കുറയാണ് ചെയ്യുക. സൈസ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ റിലീസ് ചെയ്യും. സോ മക്കളെ ഇത് ആൻസർ ഈസ് 1 and 3, അല്ലെ? ഇനി നോൺ മെറ്റൽസ് എന്താണ് മക്കളെ? റൈറ്റ് ഹാൻഡ് സൈഡ്, അല്ലെ? ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ വലത് ഭാഗത്താണ് എന്താക്കാം? അലോഹ സ്വഭാവമുള്ള മൂലകങ്ങൾ കാണാൻ പറ്റുക. അത് ശരി തന്നെയാണ്. സോ മക്കളെ ഇതിന്റെ തെറ്റ് ചെയ്താ 1 3 ആണ്. സോ ഇവിടുത്തെ ശരി ഏതാ? അതെ ഇതിന്റെ ആൻസർ 1 3 ആണ്. ബിക്കോസ് ശരിയായതല്ല തെറ്റായത് കണ്ടെത്താൻ പറഞ്ഞു. ഇനി മക്കളെ നോക്കി നോക്ക്. അതെ ഇത് വരുന്നൊരു കാര്യമാണ് കാറ്റയോൺസും ആനിയോൺസും. പലർക്കും മാറിപ്പോകുന്ന മറ്റൊരു കാര്യമാണ് കാറ്റയോണും ആനിയോണും, അല്ലെ? ഇതിൽ കാറ്റയോൺ ഏതാ ആനിയോൺ ഏതാ? പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ചിലപ്പോൾ എന്തെങ്കിലും എക്സാമിന് ചെറിയൊരു ബോക്സ് തരും. അതിൽ നിന്നും കാറ്റയോണും ആനിയോണും വേർതിരിക്കാൻ പറയാറുണ്ട്. ഈ സമയത്തൊന്നും കൺഫ്യൂഷൻ ഉണ്ടാകാൻ മക്കളെ ഒന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ മതി, ഇവനെ ഓർത്താൽ മതി കേട്ടോ. അനസ് സി പി. മക്കളെ ഇനി അനസ് സി പി കമന്റ് നിൽക്കണ്ട. അനസ് സി പിനെ ഓർത്തെടുത്താൽ എന്താക്കാം? ആനിയോണും കാറ്റയോണും. ഇനി എന്താണ്? സിമ്പിൾ ആണ്. അവിടെ ആനിയോൺ, അല്ലെ? അതായത് ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. ആനയോൺ, അല്ലെ? അതെ AN എന്ന് പറഞ്ഞാൽ മക്കളെ ആനയോണ് നെഗറ്റീവ് ചാർജാ, അല്ലെ? എന്ത് സിമ്പിൾ? ആനയോണ് നെഗറ്റീവ് ചാർജാ. അപ്പോൾ നോക്കും മക്കളെ ഈ AS എന്താ? ASന്റെ ഒരു ആവശ്യമില്ല. ASനെ തൽക്കാലത്തേക്ക് ദത്തെടുത്താണ്. എന്താക്കാം? AS എന്താക്കാം? തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ നിന്നോട്ടെ. AS പോലെ, അല്ലെ? ആനയോണ് പോലെ എന്ന് പറയില്ലേ? നിന്നോട്ടെ. ഇനി CP, അല്ലെ? CP ആണ് മക്കളെ കാറ്റയോൺ. കാറ്റയോൺ എന്താക്കാം? പോസിറ്റീവ് ചാർജ് ആണ്, അല്ലെ? എന്ത് സിമ്പിൾ? അനസ് CP ഈസിക്കൽ ടു ആനിയോൺ ആൻഡ് കാറ്റയോൺ, അല്ലെ? അപ്പൊ എന്തൊക്കെ പറയില്ല, ഇനി ഒരിക്കലും ആനിയോടെ ചാർജും കാറ്റയോൺ ചാർജും മറക്കാൻ പാടില്ല കേട്ടോ. സോ മക്കളെ ഇവിടെ നോക്കി നോക്കടാ. ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യം എന്താ? ഇത് രണ്ടിനെയും തമ്മിൽ ചാർജുകൾ കൂട്ടിയാൽ ആൻസർ 0 കിട്ടണം, അല്ലെ? ഉത്തരം 0 കിട്ടണം എന്നൊരു കാര്യമാണ് മക്കളെ. ഇവിടെ 2+ അല്ലേ? ഇവിടെ എന്ത് വരണം? 2 മൈനസ് വരണ്ടേ, അല്ലെ? PO4 2 മൈനസ് വരണം. ഓക്കെ, എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലുള്ളൂ. ഇവിടെ 2+ എന്താ? യെസ് 3 കാൽസ്യത്തിന്റെ 2+ ആ. അതായത് ഇവിടെ 6 അല്ലെ ടോട്ടൽ വരാം, അല്ലെ? ഇവിടെ നമുക്ക് എന്താ വരാം? 2, അല്ലെ? 2 അല്ലേ? സോ ഇവിടെ 2 മൈനസ് വന്നിട്ടുണ്ടോ? ഇല്ല 6 വരണ്ടേ. സോ എന്താ? 3 മൈനസ് വരണം, അല്ലെ? എന്നാലേ ഇവിടെ ആൻസർ ആയിട്ട് മാറുള്ളൂ. മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ളൂ. ഇവിടെ 2 ഉണ്ട്, അല്ലെ? അപ്പൊ 2 × 3 അല്ലേ 6,
അല്ലേ 2 ഇൻറ്റു അതായത് ഇതിന്റെ രണ്ടിനെയും ചാർജുകൾ തമ്മിൽ കൂട്ടിയാൽ 0 കിട്ടണം, അതാണ് റീസൺ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം NaCl അല്ലേ, ഇവിടെ ആനിയോൺ Cl മൈനസ് ആ, ബിക്കോസ് ആനിയോൺ ചാർജ് Cp അല്ല An അല്ലേ മൈനസ് ആണ്. സോ Cl മൈനസ് അല്ലേ, അതെ. സോ Na പ്ലസ് വരും, എന്താ കാരണം 1 പ്ലസ് ആണ് 1 മൈനസ് അല്ലേ, 1 പ്ലസ് 1 മൈനസ് ആൻസർ ഉണ്ടാ, ആൻസർ 0 അല്ലേ. റെഡി. MgSO4 അല്ലേ, Mg2 പ്ലസ് SO4 എന്താകും 2 മൈനസ് ആയിരിക്കും. ഓക്കെ, ഇനി മക്കളെ NH4Cl അല്ലെ, NH4Cl എത്ര ഉണ്ടാ, Cl മൈനസ് ആണ്, അപ്പൊ NH4 പ്ലസ് ആണ് അല്ലെ, NH4 പ്ലസ് ആണ്. സോ എന്താ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ളൂ ആനയോടെ ഏതാ കാറ്റീൻ ഏതാ, അതെന്താ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, റെഡി. ഇനി മക്കളെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ്, അതെ ഇതിൽ ആസിഡിക് ഓക്സൈഡ് ഏതാണ്, ബേസിക് ഓക്സൈഡ് ഏതാണ് അല്ലേ. നിങ്ങൾ ഒന്നുമില്ല കൺഫ്യൂഷൻ വരാണെങ്കിൽ ആസിഡ് റെയിൻ പഠിച്ചോർമില്ലേ, SO2NO2 അല്ലേ. SO2NO2 എന്താണ്, ആസിഡ് റെയിൻ ആണ്, ബിക്കോസ് ഇത് ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലേ. ഈ സൾഫറും നൈട്രജനും ഒരു നോൺ മെറ്റൽ അലോഹമാണ്. അത് അലോഹം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടിച്ചേർന്നാൽ അതിന് ആസിഡിന്റെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ അലോഹങ്ങൾ ഓക്സിജനുമായിട്ട് നടത്തിയാൽ അതിന് ആസിഡ് ആണ്. സോ ബേസ് കിട്ടണമെങ്കിൽ ബേസിന്റെ കൂടെ മെറ്റൽസ് ലോഹങ്ങൾ വരണം അല്ലെ. ലോഹങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ലോഹത്തിന്റെ ഓക്സൈഡ് ബേസിക് സ്വഭാവമായിരിക്കും. ഇതിൽ Mg അതെ മെറ്റൽ ആണ് അല്ലെ, നൈട്രജൻ എന്താണ് നോൺ മെറ്റലാ അല്ലെ, നമുക്ക് പച്ച കൊടുക്കാം അല്ലെ നോൺ മെറ്റൽ. ഇനി SO2 അതെ നോൺ മെറ്റൽ ആണ് അതെ, എന്നാൽ K2O എന്താണ്. സോ ഇതെന്നാ അതെ ഇത് ബേസിക് ആണ്, ഇതും ബേസിക് ആണ്. എന്നാൽ ആസിഡ് ഏതാ, NO2 ആസിഡ് ആണ്, SO2 ആസിഡ് ആണ്. ഓക്കെ, അതിന് കാരണം എത്രയേ ഉള്ളൂ മക്കളെ, അതെ മെറ്റൽസിന്റെ കൂടെ അല്ലെ, മെറ്റൽസിന്റെ കൂടെ ഓക്സൈഡ് വന്നാൽ അതെന്തായിരിക്കും, അതെ അത് ബേസിക് സ്വഭാവമായിരിക്കും അല്ലെ. എന്നാൽ നോൺ മെറ്റൽസിന്റെ കൂടെ ആണെങ്കിൽ അത് ആസിഡിന്റെ സ്വഭാവമായിരിക്കും. അലോഹത്തിന്റെ കൂടെ എന്താക്കാം, അതെ അലോഹത്തിന്റെ കൂടെ ഓക്സൈഡ് വന്നാൽ അതിന് ആസിഡിന്റെ സ്വഭാവമായിരിക്കും. അത് മനസ്സിലാക്കിയാൽ ഇതെല്ലാം സോ സിമ്പിൾ കേട്ടോ. റെഡി, യെസ്. ഇനി മക്കളെ ഇനി ശ്രദ്ധിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് വരുന്ന ചില റിയാക്ഷൻസ് ഉണ്ട് അല്ലെ, ചില റിയാക്ഷൻസ് ഉണ്ട്. അതായത് ഇതിൽ നിന്ന് പഠിച്ചു വരുന്ന കാര്യത്തിലേ ഉള്ളൂ. അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഇങ്ങനെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇത് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ചിലപ്പം എന്തെങ്കിലും ചില ഇതേപോലെ എക്സാമിന് തരും. എന്നിട്ട് ഇതിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഏതാണ് എന്ന് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കാതെ പോയിട്ട് മൂന്നാമത്തെ ചാപ്റ്ററിൽ ചില റിയാക്ഷൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നിങ്ങളെ ആസിഡിന്റെ ആ റിയാക്ഷനിൽ നിൽക്കുന്നുണ്ട് ഹൈഡ്രജൻ അല്ലെ, നോൺ മെറ്റൽസിന്റെ എന്താണ് ചാപ്റ്ററിലും ഈ ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്. അത് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, റെഡി. ശരി, ഇനി മക്കളെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഇതേപോലെ നിങ്ങൾ ക്ലോറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ചില ഓക്സിജനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നൈട്രജനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നോൺ മെറ്റൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന റിയാക്ഷൻ എന്ത്, KMnO4 ചൂടാക്കാം അല്ലെ. KMnO4 ചൂടാക്കി കഴിഞ്ഞാൽ മകളെ എന്താ K2MnO4 ആവും, MnO2 കിട്ടും. എന്നാൽ ഇത് ഏത് റിയാക്ഷൻ ഉണ്ടാ, അതെ ഇത് ഓക്സിജൻ ഉണ്ടാക്കുന്ന റിയാക്ഷനാണ്. കാരണം നിങ്ങൾ ഹൈഡ്രജൻ പഠിക്കുന്നുണ്ട്, ഓക്സിജൻ പഠിക്കുന്നുണ്ട്, നൈട്രജൻ പഠിക്കുന്നുണ്ട്, Cl പഠിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ചില നോൺ മെറ്റൽസ് അലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, HONCl അല്ലേ. അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെ, ഹൈഡ്രജൻ എന്താക്കാം നമുക്ക് സിങ്കും HCl വെച്ചുണ്ടാക്കാൻ പറ്റും അല്ലേ. അതേപോലെ നൈട്രജൻ Cl ഇതെല്ലാം എന്താക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം എന്താക്കാം റിയാക്ഷൻ പഠിച്ചു വെക്കണേ. ക്ലോറിന് ഇതേപോലെ KMnO4 വരുന്നുണ്ട്, അതിന്റെ കൂടെ HCl വരുന്നുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, ഇനി അതെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു പറഞ്ഞിട്ടുള്ളൂ. എന്താ സിങ്ക് എന്താക്കുന്നു, HCl റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കുന്നു. റെഡി ആണല്ലോ. അതിന്റെ ഇക്വേഷൻ എന്താ, Zn പ്ലസ് HCl എന്തായിട്ട് മാറും, അതെ ZnCl2 പ്ലസ് H2 ആയിട്ട് മാറും അല്ലേ. എടാ ഈ റിയാക്ഷൻ പഠിച്ചു വെക്കണേ. ZnHCl എന്താക്കുന്നു, ZnCl2 ആയിട്ട് റിയാക്ഷൻ. എടാ ഇതെന്താ, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാ അല്ലേ, ആദേശ രാസപ്രവർത്തനമാണ്. ബിക്കോസ് എന്താക്കുന്നു ZnHനെ നാട് കടത്തുന്നു അല്ലെ, Hനെ Cl നിന്ന് മാറ്റുന്നു. അതിന്റെ ക്രിയാശീലത റിയാക്ടിവിറ്റി കൂടുതലാണ്, അതാണ് കാരണം. ഓക്കെ, ഈ റിയാക്ഷൻ എന്തൊക്കെ ഇതേപോലെ ബാക്കിയുള്ള റിയാക്ഷനും പഠിച്ചു വെക്കട്ടോ. റെഡി, യെസ്. ഇനി മക്കളെ നമുക്ക് വരുന്ന കാര്യമാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലേ. എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്ലീച്ചിങ് പൗഡർ അല്ലേ. ക്ലോറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ടായിരിക്കും. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ ആ ചാപ്റ്ററും ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, അതായത് വാട്ടറിന് പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമുക്കറിയാം. വൈ ഈസ് ബ്ലീച്ചിങ് പൗഡർ യൂസ്ഡ് അല്ലേ, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഹൗ ഈസ് ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മക്കളെ പഠിച്ചു വെക്കുക. ബ്ലീച്ചിങ് പൗഡർ ഈസ് ഡിസ്ഇൻഫെക്റ്റഡ് അല്ലേ, ഇറ്റ് ലിബറേറ്റ് ക്ലോറിൻ ആൻഡ് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താകും, അതെ
അത് ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലോറിൻ എന്താക്കുന്നു അത് പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യാം അല്ലേ. ഇനി ബൈ പാസിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്താക്കുന്നു അതെ സ്ലേക്കൽ ലൈമാണ് ഈർപ്പരഹിതമായ കുമ്മായപ്പൊടികൾ എന്താക്കുന്നു അതെ ക്ലോറിൻ എന്താക്കുന്നു കടത്തി ആ ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടാൽ എന്താകും അതെ അവിടെ എന്തുണ്ടാവും നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ പറ്റും. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ പറ്റും. സോ എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താക്കാം നിർബന്ധമായിട്ടും ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി മക്കളെ ഇതിൽ വരുന്ന ക്ലോറിൻ അല്ലേ, ക്ലോറിൻ്റെ ഈ ഒരു റിയാക്ഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ എന്താക്കുന്നുണ്ട് ചിത്ര സഹിതം ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് ആട്ടോ. സോ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ചിത്രം നോക്കി നോക്ക്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലബോറട്ടറിയിൽ ക്ലോറിൻ നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ചോദ്യം എന്താ അതെ ഇതിൽ തന്നിരിക്കുന്നെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഏതൊക്കെയാണ് അല്ലേ. അവിടെ ചെന്നിലേക്ക് ഒന്ന് KMnO4 അല്ലേ, KMnO4 ആണ്. അതിൻ്റെ കൂടെ എന്താക്കാം കോൺസെൻട്രേറ്റഡ് HCl യൂസ് ചെയ്താണ് അതെ ക്ലോറിൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ കാര്യം എത്രയേ ഉള്ളൂ. ക്ലോറിൻ എന്താക്കുന്നു അതെ ആദ്യം എന്താക്കുന്നു അതെ 3 ബീക്കർ കണ്ടോ അല്ലേ. ആദ്യം വാട്ടറിലൂടെ ജലത്തിലൂടെ എന്താക്കുന്നു അതെ ജലത്തിലൂടെ എന്താക്കുന്നു കടത്തി വിടുന്നു. അതിന് കാരണം എന്താ? ഓക്കെ, ഒന്നുമില്ല ഇതിൽ HClന്റെ അംശം അല്ലെങ്കിൽ HCl എന്ന വേപ്പറിന്റെ ഗ്യാസിന്റെ എന്താക്കും അതെ ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അതെ ഇവിടെ ആദ്യം തന്നെ വാട്ടറിലൂടെ കടത്തി വിടുന്നത് അല്ലേ. HCl എന്താക്കണം ക്ലോറിൻ നിന്നക്കണം വേർതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതെ അതായത് ക്ലോറിൽ അടങ്ങിയ HCl സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതെ H2 കടത്തി വിടുന്നു. എന്നാൽ ഈ H2 കടത്തി വിടുന്ന സമയത്ത് അതിൽ വേപ്പർ അല്ലെങ്കിൽ നീരാവി എന്താക്കും അത് ക്ലോറിന് കൂടെ കൂടും. നമുക്ക് വേണ്ടത് Cl2 ആണ്, ക്ലോറിൻ തന്നെയാണ്. എന്നാൽ ഇതിന് കൂടെ കുറച്ച് വാട്ടർ ഉണ്ടാവും അല്ലേ. ആ ഒരു വാട്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നു അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് നടക്കുന്നത് അതെ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ എന്താക്കുന്നു അതിലൂടെ കടത്തി വിടുന്നു. ബിക്കോസ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എ ഡ്രൈയിങ് ഏജന്റ് ആണ്. അത് എന്താണ് നമുക്ക് ശോഷകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും വെള്ളത്തെ ആര് വലിച്ചെടുക്കും H2SO4 വലിച്ചെടുക്കും. ഓക്കെ, സോ അവസാനം എന്ത് കിട്ടും നമുക്ക് ക്ലോറിൻ കിട്ടും. ഇനി ക്ലോറിന്റെ യൂസ് എന്താ ഒന്ന് ബ്ലീച്ചിങ്ങിന് വേണ്ടി തന്നെയാണ്. രണ്ടാമത്തെ എന്താ ജലത്തെ ശുദ്ധിയാക്കാൻ വേണ്ടി പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, സോ മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് കാരണം ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, നിങ്ങൾ ടോപ്പിക്സിനെ സെറ്റ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ട് കമ്മിങ് എക്സാമിന് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. എന്നാലും എന്താക്കാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നതുകൊണ്ടല്ല ഓക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മാറ്റണം. അതിന് ചെയ്യുന്ന കാര്യം എന്താ നിങ്ങൾ തന്നെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അതെ 2-3 മാർക്ക് വരുന്ന ചില ക്വസ്റ്റ്യൻസ് കൂടി മാത്രം പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ലിമിറ്റേഷൻ ഓഫ് റുദർഫോർഡിന്റെ മോഡൽ അല്ലേ. റുദർഫോർഡിന്റെ മോഡലിലെ അതെ പ്രധാന പരിമിതി എന്താണെന്ന് എക്സാമിന് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ഓൾറെഡി ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താൻ പോവാണ്. സോ എക്സാമിന് റുദർഫോർഡിന്റെ മോഡലിൽ അതെ നെഗറ്റീവ്സും ചോദിക്കാം പോസിറ്റീവ്സും ചോദിക്കാറുണ്ട്. സോ അതെന്താ ചോദിച്ചാലും മക്കളെ നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണ് ഇലക്ട്രോൺസ് എന്താക്കും കറങ്ങി എന്താക്കാം ന്യൂക്ലിയസിനുള്ളിൽ വിഴിയാൻ ചാൻസ് ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. എന്നാൽ ഇത് ഒരിക്കലും ആറ്റത്തിൽ സംഭവിക്കുന്നില്ല. സോ വാട്ട് ഈസ് ദ റീസൺ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ അല്ലെ. അങ്ങനെ ആൻസർ ഇല്ല. അതാണ് റുദർഫോർഡിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു മോഡലാണ് മക്കളെ ബോർ ആറ്റോമിക് മോഡൽ അല്ലേ. ബോറിന്റെ ആറ്റോമിക് മോഡലിലെ അതെ ആശയങ്ങൾ എന്തെല്ലാം എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത്രയും ആശയങ്ങൾ എന്താ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് ഇലക്ട്രോൺസ് എന്താണ് ന്യൂക്ലിയസ് ഫിക്സഡ് ഓർബിറ്റ്സ് ആണ്, ഷെൽ എന്ന് പറയാൻ പറ്റും. അതെ ഷെല്ലിൽ എന്താണ് ഒരു ഫിക്സഡ് എനർജിയാണ്, ഊർജ്ജം കൃത്യമാണ്. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഡു നോട്ട് ഇൻക്രീസ് ഡിഗ്രീസ് എനർജി എന്താ ഒരു ഓർബിറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ എനർജി കൂടുക കുറയൊന്നും ചെയ്യുന്നില്ല. ദ ഫർദർ എവേ അല്ലേ അത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോറും എന്ത് കൂടും അതെ എനർജി കൂടും അല്ലേ. അതേ ഷെല്ലിന് എനർജി കൂടി വരാനും ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് എന്ത് ബോർ ആറ്റോമിക് മോഡൽ പറഞ്ഞ കാര്യം കേട്ടോ. ഇനി മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മക്കളെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം അല്ലെ. റിഡോക്സ് രാസപ്രവർത്തനം എന്നാണ് വിളിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും ഇത് പഠിക്കാതെ പോകരുത്. നിർബന്ധമായിട്ട് എക്സാമിന് വരുന്ന അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. മക്കളെ 19th എക്സാംസ് അടിപൊളിയായിട്ട് ചെയ്താൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ധൈര്യമായി ചോദിക്കുക. ആൻഡ് ബെസ്റ്റ് ലക്ക് അല്ലെ ഒരു ഗുഡ് ലക്ക് തന്നെ പറയാൻ പോവാണ്. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കമ്മിങ് എക്സാം. ഓക്കെ.